നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സംസ്ഥാനത്ത് നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ മാറിമറിഞ്ഞു വരുന്ന ദിവസങ്ങൾക്കൊടുവിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷിക ദിനമാണ്. അതായത് 3-ാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുന്നു. പക്ഷേ ഈ ദിവസം സർക്കാർ വലിയ ആഘോഷ പരിപാടികളുമായി നടക്കുമ്പോൾ അതേസമയം തന്നെ ശക്തമായ പ്രതിഷേധങ്ങൾക്കുമാണ് ഇന്നത്തെ ദിവസം സാക്ഷിയാവുക. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്. പക്ഷേ അതിനുമപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇന്ന് പ്രഭാതത്തിൽ കൂടുതൽ ശ്രദ്ധയൂന്നുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്ന് പ്രഭാത കേരളം തിരുവനന്തപുരത്ത് ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് സമരവേദി. അതായത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലപ്പോഴും സ്ഥിരമായ സമരവേദികൾ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് UDF അതിരാവിലെ മുതൽ തന്നെ സർക്കാരിനെതിരായ സമരപരിപാടികൾ പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുകയാണ് എന്നതാണ് സാഹചര്യം. രാവിലെ 7 മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഉച്ചവരെ ഈ സമരപരിപാടികൾ ഇവിടെ തുടരും. സമാനമായി തന്നെ BJPയുടെയും സമരപരിപാടികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിന്റെ വാർഷിക പരിപാടികൾ, ഈ സമരങ്ങൾക്കിടയിലും വാർഷിക പരിപാടികളുമായി സർക്കാർ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. വൈകിട്ടാണ് ഉദ്ഘാടന പരിപാടികൾ നടക്കുക. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടികളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ഔദ്യോഗികമായ നിരവധി പരിപാടികൾ തലസ്ഥാനത്തുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ പരിപാടികൾക്കും ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യവും ഉണ്ടാവുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിയിലും അദ്ദേഹത്തിൻ്റെ യാത്രകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. സമാന തരത്തിലുള്ള നീക്കങ്ങൾ ഇന്നുണ്ടാകുമോ എന്നതുമൊക്കെ വളരെ പ്രസക്തമാണ്. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. UDFന്റെ പ്രതിപക്ഷത്തിന്റെ സമരവേദിയിൽ നിന്നാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തുക. എന്തായാലും ഈ സമരത്തിന്റെ രൂപം എങ്ങനെയാണ് എന്ന പരിശോധനയാണ് ആദ്യം നമുക്ക് നടത്തേണ്ടത്. എനിക്കിപ്പം ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയാണ് ഈ UDF ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രാവിലെ തന്നെ പതിവിന് വ്യത്യസ്തമായി UDF പ്രവർത്തകർക്ക് ഇവിടെ അതിരാവിലെ തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരുടെ സമരം? ഒരുപക്ഷെ ഈ ഒരു സംഘടനാപരമായി പാർട്ടിയിലെ ഒരു കൃത്യമായ ഇടപെടൽ, അത് കൃത്യമായി അങ്ങനെ ആ ഇടപെടൽ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതിരാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ പ്രധാന ഗേറ്റുകളും അത് കൃത്യമായി തടയുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ്. 7 മണിയോടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരോട് ഇവിടെ എത്താൻ പറഞ്ഞത്. 8 മണിക്ക് മുമ്പായി മറ്റ് തെക്കൻ ജില്ലകൾ, അതായത് പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ 8 മണിക്ക് മുമ്പായി എത്തി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴി അത് ഫില്ലാകും. അതിനുശേഷം 9 മണിയോടെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഈ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി എത്തുന്നതോടെ സെക്രട്ടേറിയറ്റ് പരിസരം അക്ഷരാർത്ഥത്തിൽ ഒരു അനിശ്ചിതമാകുന്ന ഒരു അവസ്ഥയും, അതായത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്ഥാപിക്കുക. 10 മണിയോടെയാണ് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കർണാടകയിലെ സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ 10 മണിക്ക് തന്നെ, കൃത്യം 10 മണിക്ക് തന്നെ ഉദ്ഘാടന പരിപാടികൾ നടക്കും. അതിനുശേഷം സമാനമായ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ കക്ഷി നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലാണ്. അതായത് ഈ പ്രധാന പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇവിടുന്ന് അവർ കർണാടകയിലേക്ക് തിരിക്കും, അങ്ങനെയാണോ? മുതിർന്ന നേതാക്കൾ എല്ലാവരും കർണാടകയിലേക്ക് KC വേണുഗോപാലിനൊപ്പം പോയേക്കും എന്ന സൂചനയാണ് നമുക്ക് ഇന്നലെ വൈകിട്ട് വരെ ലഭിച്ചിരിക്കുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു, രാവിലെ മുതൽ തന്നെ വലിയ ജനപങ്കാളിത്തം, അതാണ് ഈ സമരത്തെ വ്യത്യസ്തമാക്കാൻ പോകുന്നത്. ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 2-ാം വർഷം, അതിനുശേഷം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ 3-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ നിരക്കൊരു പുതിയ ഊർജം കൈവന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അടുത്തിടെയായ തുടർച്ചയായ സമരങ്ങൾ സർക്കാരിനെ വിവാദത്തിലാക്കുന്ന നിരവധി വിഷയം, ഏറ്റവും ഒടുവിൽ കർണാടക തെരഞ്ഞെടുപ്പ് വിജയം നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം, അതൊക്കെ ഈ വേദിയിലും പ്രകടമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ പുതുമയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ കർണാടക നൽകിയ വിജയം അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു ക്രൗഡ് ഫണ്ടിംഗ് സ്ഥലം എന്ന് പറയുന്ന കർണാടകയാണ്. ആ കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നില്ല, ജീവൻ മരണ പോരാട്ടമായിരുന്നു. ആ
ജീവൻ മരണ പോരാട്ടത്തിൽ വൻ വിജയം നേടിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ കൃത്യമായി കോൺഗ്രസ് വീണ്ടും ചുവടുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ പശ്ചാത്തലത്തിലാണ് LDF സർക്കാരിനെതിരായി ഇത്തരം ഒരു പ്രതിഷേധ പരിപാടിയുമായി UDF രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അല്പമണിക്കൂറിനകം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് സാഹചര്യം. എന്തായാലും ഡാൻ വിശദീകരിച്ച പോലെ, ഡാൻ തുടരുക കേട്ടോ, നമുക്ക് ചില കാര്യങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. ഡാൻ വിശദീകരിച്ച പോലെ പ്രതിപക്ഷ നിരയ്ക്ക് ഒരു പുതിയ ഊർജ്ജം കൈവന്നിട്ടുണ്ട്. ആ ഊർജ്ജം പ്രകടമാവുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവുന്നത് എന്നതാണ് സാഹചര്യം. വൈകിട്ട് സർക്കാരിന്റെ വാർഷികവും നടക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ സമര പരിപാടി UDF എങ്ങനെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു പൂർണ്ണമായ കവറേജാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ തരുന്നത്. ഡാൻ കുര്യൻ സെക്രട്ടേറിയറ്റിൽ സമര ഗേറ്റിന് മുന്നിൽ ഉണ്ടാവും, VV അരുൺ തന്നെ ഇവിടെ ഉണ്ടാവും, ഒപ്പം തന്നെ ഐശ്വര്യ അനിൽ സൗത്ത് ഗേറ്റിന് മുന്നിൽ ഉണ്ടാവും, ഒപ്പം ഷാനോസ് ഡേവിഡ് ഉണ്ടാവും. അങ്ങനെ സമഗ്രവും സമ്പന്നവുമായി ഈ UDFന്റെ സമര പരിപാടി പ്രേക്ഷകരിലേക്ക് ഇന്ന് എത്തും. ഒപ്പം തന്നെ സർക്കാരിന്റെ തുടർ നീക്കങ്ങളും ഒക്കെ നമുക്കൊപ്പം സജ്ജമായിട്ടുണ്ട്. യെസ്, VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കത്തിൽ തന്നെ നമ്മൾ അതിരാവിലെ തന്നെ ഒരു സമരപരിപാടി കവർ ചെയ്യുക എന്ന തരത്തിലേക്ക് നമ്മുടെ ദൗത്യം മാറുകയാണ്. UDFന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം സർക്കാർ വലിയ ആഘോഷ പരിപാടികളിലേക്കും അവകാശവാദങ്ങളിലേക്കും കടക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് കൊള്ള സർക്കാർ എന്ന ഒരു ടാഗ് ലൈൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDF ഇത്തരമൊരു സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ന് സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ തലസ്ഥാനവും കേന്ദ്രീകരിച്ചു നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ഈ പ്രതിഷേധ പരിപാടികളും അതിന്റെ രാഷ്ട്രീയവും നമുക്ക് എങ്ങനെ വിലയിരുത്താം അരുൺ? അതിന്റെ ഒരു ഭാഗമാണ് സജിത്ത, സമീപകാലത്ത് പ്രതിഷേധ സമരത്തിലാണ് UDF ഉള്ളത്. ഇവിടെയാണ് ഈ സമരത്തിന്റെ പ്രധാന വേദി. ഇവിടെ പ്രത്യേക സ്റ്റേജ്, നേതാക്കൾക്ക് പ്രത്യേക വേദി തയ്യാറാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അല്പസമയത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ തന്നെ വലിയൊരു ജനക്കൂട്ടം ഇവിടെ ആയിട്ടുണ്ട്. ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരു പന്തൽ പ്രവർത്തകർക്കും ജില്ലയിലെ പ്രധാന നേതാക്കൾക്കുമായി ഇരിക്കാനുള്ള ഒരു പന്തൽ ഇവിടെ UDFന്റെ നേതാക്കളടക്കം CPD അടക്കമുള്ള CMP നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരെ വലിയ ഒരു പ്രതിഷേധമാണ് ഇവിടെ കോൺഗ്രസ് UDF ആഹ്വാനം നൽകിയിരിക്കുന്നത്. രണ്ടാം വാർഷികമാണ്. വലിയൊരു സമരത്തിലേക്ക് UDF എന്താണ് കാരണം? സർക്കാർ വലിയ വികസന പദ്ധതികൾ പറഞ്ഞുകൊണ്ട് വലിയ വികസനവുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ അവകാശമാണ്. യഥാർത്ഥ UDF നിലപാടിക്കണം. ഈ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിയില്ല. വർഷം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ആചാരമായിട്ട് ചെയ്യുന്നു എന്നല്ലാതെ പുതിയ ഒരു കാര്യവും ഗവൺമെന്റ് ചെയ്തു എന്ന് പറയാനില്ല. അവരുടെ പരസ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ ഒരു കാര്യവും ചെയ്തില്ല. പക്ഷേ ഒരു കാര്യം ചെയ്തു, ഏറ്റവും കൂടുതൽ നികുതി അടിച്ചേൽപ്പിച്ചു. ഇത്രയും വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ട് പോലും ജനങ്ങൾക്ക് ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ ഇപ്പൊ സ്റ്റാലിൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. സ്റ്റാലിൻ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്രാ സൗജന്യം നൽകി. കർണാടകത്തിൽ കൊടുക്കാൻ പോകുന്നു. എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? കേരളത്തിൽ വെള്ളക്കരം കൂട്ടുന്നു, ബസ് ചാർജ് കൂട്ടുന്നു, അതുപോലെ തന്നെ കെട്ടിട എല്ലാം കൂട്ടുന്നു, ദൂർത്തടിക്കുന്നു, അഴിമതി. ഗവൺമെന്റിന് സുഖമായി ഉറങ്ങാൻ കഴിയില്ല എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. ശക്തമായ സമരം സർക്കാരിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ശക്തമായ UDFന്റെ ഭാഗത്തുനിന്ന് 1 മണിവരെ സമരം തുടരുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ചേരുന്നു. എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് സമരം പദ്ധതി? എങ്ങനെയാണ് ഈ തിരിച്ചറിയാതിരിക്കുന്നത് ജനവിരുദ്ധമായ ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. വിദ്യാഭ്യാസ സാധനങ്ങളുടെ വിലവർദ്ധനവിനെ കുറിച്ച് സൂചിപ്പിച്ചു. നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഈ നടപടികൾ ഇവിടെ സൂചിപ്പിച്ചു. വീണ്ടും അഴിമതി, സ്വജനപക്ഷ ഗ്യാസിന്റെ വിലവർദ്ധനവിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ബഡ്ജറ്റിലൂടെയുള്ള ഇന്നതാ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നു. ഇതിനൊക്കെ ജനങ്ങൾ ആകപ്പാടെ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള 2000 രൂപ നോട്ട് പിൻവലിക്കുന്നു. ശക്തമായ പ്രതിഷേധം അങ്ങനെ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾ എങ്ങനെയാണ് സമരം എത്ര മണിവരെ തുടരും? എന്താണ് ഒരു സമരത്തിന്റെ ഒരു രീതി? എങ്ങനെയാണ് ജനം പൊറുതിമുട്ടുകയാണ്. പിന്നെ ദിവസങ്ങൾ കണക്കിന് ആളുകളാണ് പുതിയ പുതിയ അഴിമതി കഥകൾ ഈ സമരം നമ്മൾ ഉയർന്നു വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ
ദിവസമാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുത്തു. കൊൽക്കത്തയിലെ സർവീസ് എല്ലാ മേഖലകൾ 4500 കോടി രൂപയുടെ അങ്ങനെ ഓരോ ദിവസവും പുലരുമ്പോൾ നികുതിക്കാരായിട്ടുള്ള ആളുകൾക്ക് പുതിയ പുതിയ അഴിമതി കഥകൾ. സ്ത്രീകൾക്ക് സുരക്ഷയില്ല, ആശുപത്രിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഡോക്ടർമാർക്ക് സുരക്ഷയില്ല, നേരിട്ട് ഭരണം നടത്തുന്ന മുട്ടത്തറ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും അരാജകത്വവും 14 കോടിയുടെ അഴിമതിയാണ് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നിരിക്കുന്നത്. പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന അഴിമതി നടത്തുക മാത്രമല്ല 5 വർഷക്കാലം കൊണ്ട് 50,000 അത്തരം ഭരണാധികാരികൾ ആകപ്പാടെ 10,000 രൂപ പാരലായി യെസ്, അതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സമര ഗേറ്റിന് മുന്നിൽ പതിവ് സമരവേദിയിൽ UDF നടത്തുന്ന സമരം. എനിക്ക് പിന്നിലായി കാണുന്നതാണ് ആ സമരവേദി. അത്തരത്തിൽ വലിയ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം വരുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുമ്പ് ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ അവർക്കൊരു ഇരട്ടി ഊർജം കിട്ടിയ ദിവസമാണിന്ന്. കാരണം സർക്കാരിനെതിരായ സമരപരിപാടികൾ ഒന്നുകൂടി ശക്തിപ്പെടുത്താം. അതിനുമപ്പുറം ഈ കർണാടക തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ നൽകുന്ന ആവേശവും ചേർന്നല്ല. അതുകൊണ്ട് ആ തരത്തിൽ സംസ്ഥാനത്ത് സർക്കാരിനെതിരെ കേരളത്തിലും ഞങ്ങൾക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്ന അത്തരം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമരപരിപാടി നടത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നതാണ്. എന്തായാലും ദേശീയ നേതാക്കളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്, അവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു സമരപരിപാടിയാണ്. എന്തായാലും ഇന്നലെ രാത്രിയും BJPയുടെയും സമരപരിപാടി വളരെ ശക്തമായി തന്നെ നടത്തി. കാരണം നൈറ്റ് മാർച്ച് എന്ന് പേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ മാർച്ചൊക്കെ നടത്തിക്കൊണ്ടാണ് UDF ഇവിടെ BJPയുടെ സമരമുണ്ടായത്. ഇന്നും BJPയുടെ സമരം തുടരുകയാണ്. ആ തരത്തിലാണ് ക്രമീകരണങ്ങൾ BJPയും അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഡാൻ, ഇന്ന് ഈ സമരം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അതിൻ്റെ പരിസരങ്ങളുടെ ഒരു പശ്ചാത്തലം എന്തായിരിക്കും? കാരണം സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് സമരഗേറ്റ്, പ്രധാന വേദി. അതിനുമപ്പുറത്തേക്ക് പോയാൽ കന്റോൺമെൻറ്റ് ഗേറ്റ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരുന്ന പ്രധാന ഗേറ്റുണ്ട്, സൗത്ത് ഗേറ്റുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിലുണ്ട്. ഈ എല്ലാ ഇടങ്ങളും ഒരേ സമയം ഉപരോധിക്കുക എന്നതാണ് അവരുടെ തന്ത്രം. അങ്ങനെ ഒരു ഉപരോധ തന്ത്രമായിരുന്നു അവർ പറഞ്ഞിരുന്നെങ്കിലും പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, അതായത് സാധാരണയായി സൗത്ത് ഗേറ്റിലൂടെയാണ് മന്ത്രിമാരടക്കം ഇത്തരം ഉപരോധം നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ് ക്ലബിന്റെ സമീപത്ത് നിന്ന് ബാരിക്കേഡ് വെച്ച് പോലീസ് കൃത്യമായി സമരക്കാരെ തടഞ്ഞിട്ടുണ്ട്. അതുവഴി സേഫായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും മന്ത്രിമാർക്കും അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തകരുടെ ഒരു എണ്ണം കൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു സമരമാണിത്. അപ്പോൾ ഈ പ്രവർത്തകരുടെ ബാഹുല്യം അത് ഈ ഒരു വളയം ചുറ്റുന്ന തരത്തിലേക്ക് ഒരു സെമി സർക്കിളായി ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു കംപ്ലീറ്റ് സർക്കിളായി മാറുന്ന സാഹചര്യം വന്നാൽ മറ്റുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകും. ഒരുപക്ഷെ അതിന് മുമ്പായി തന്നെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഇന്ന് ഈ ഔദ്യോഗിക ജോലിയുമായി കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മന്ത്രിമാർ എന്തായാലും ഇന്ന് സെക്രട്ടറിയിലേക്ക് എത്തുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രി അടക്കം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവരെല്ലാവരും എത്താനാണ് സാധ്യത. എന്തായാലും സൗത്ത് ഗേറ്റിലൂടെ അവർ അകത്തേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഷെഡ്യൂൾ പരിശോധിച്ചപ്പോൾ രാവിലെ 10:30 തൊട്ട് സമീപത്തുള്ള ഫയർഫോഴ്സ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പരിപാടിയുണ്ട്. അതായത് സെക്രട്ടറിയുടെ സമീപത്തൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ ചുരുക്കം. സ്വാഭാവികമായും അവിടെയും ഒരു പ്രതിഷേധ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൂടെ നമുക്ക്? 10:30 മാത്രമല്ല 11:30 മറ്റൊരു പരിപാടികളുണ്ട്. ഇതെല്ലാം ഇന്ന് ഈ സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉച്ചവരെയുള്ള ഔദ്യോഗിക പരിപാടികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യത നിലനിൽക്കുകയാണ്. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹൈ സെക്യൂരിറ്റി, സർക്കാർ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി, ആ വലിയ കനത്ത പോലീസ് ബന്ദോബസ്തിന്റെ നടുവിലാകും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ വഴിയെ കടന്നു വരിക. അതുകൊണ്ട് അത്തരം പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന് ഉയരുമെങ്കിലും അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ സുരക്ഷാ വിഷയങ്ങളിലേക്കൊക്കെ വരാം. ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്ക് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സെക്രട്ടേറിയറ്റിനും അതിന്റെ സമീപത്തും നടക്കുന്ന ഒരു വലിയ സമര പരമ്പരയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഉമേഷ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അവിടുത്തെ ഒരു തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർക്ക് കടന്നു വരേണ്ടതുണ്ട്, ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും മന്ത്രിമാർക്കും ഒക്കെ ഇവിടെ പ്രവേശിക്കേണ്ടതുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് അവിടങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളും സംവിധാനങ്ങളും? ഉമേഷ്,
സജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഗേറ്റിലാണ്. സൗത്ത് ഗേറ്റിൽ സമരം നടക്കുന്ന മറ്റൊരു ഗേറ്റാണ് സൗത്ത് ഗേറ്റ്. സൗത്ത് ഗേറ്റിൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധ സമരം ആരംഭിച്ചിരുന്നു. അതോടൊപ്പം സൗത്ത് ഗേറ്റ് വഴിയുള്ള എൻട്രൻസ് അത് പക്ഷേ ജീവനക്കാർക്ക് ഈ സൗത്ത് ഗേറ്റ് വഴി അകത്തേക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ടാകും. കാരണം നിലവിൽ ബാരിക്കേഡ് വെച്ച് സൗത്ത് ഗേറ്റ് പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ജീവനക്കാർക്ക് ഒന്നുകിൽ സൗത്ത് ഗേറ്റോ അല്ലെങ്കിൽ YMCA ഗേറ്റോ, കൂടാതെ മന്ത്രിമാരടക്കമുള്ളവർക്ക് കണ്ടോൺമെന്റ് ഗേറ്റ്, മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് കണ്ടോൺമെന്റ് ഗേറ്റ് വഴിയും ആണ് പ്രവേശനം നിശ്ചയിച്ചിട്ടുള്ളത്. കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് വരുന്ന വഴി അത് മറ്റു പ്രധാന വഴികളെല്ലാം, കണ്ടോൺമെന്റ് ഗേറ്റിലേക്കുള്ള മറ്റു പ്രധാന വഴികളെല്ലാം ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. ആകെ ഒരു വഴി മാത്രമാണ്, കണ്ടോൺമെന്റ് ഗേറ്റിലേക്കുള്ള വഴി ഒരെണ്ണം മാത്രമാണ് തുറന്നിട്ടുള്ളത്. അത് ബേക്കറി ജംഗ്ഷൻ വഴി വരുന്ന വഴിയാണ്. ആ ബേക്കറി ജംഗ്ഷനിലേക്കുള്ള വഴി മാത്രമാണ് തുറന്നിട്ടുള്ളത്. അവിടെ വലിയ പോലീസ് സന്നാഹം, ഉന്നത ഉദ്യോഗസ്ഥരടക്കം SIP അടക്കമുള്ളവർ നിൽക്കുന്നത് ഈ കണ്ടോൺമെന്റ് ഗേറ്റിലാണ്. അവിടുത്തെ വഴി പോകുന്ന എല്ലാവർക്കും പരിശോധിച്ച് അവരുടെ എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അതുവഴി കടത്തിവിടുകയുള്ളൂ. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് ഗേറ്റ് സാധാരണ സൗത്ത് ഗേറ്റിൽ രാവിലെ ജീവനക്കാർ എത്തുകയും ജീവനക്കാർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന വാഹനങ്ങളടക്കം, അതായത് കണ്ടോൺമെന്റ് ഗേറ്റ് കയറുന്ന വാഹനങ്ങൾ പലതും പുറത്തേക്ക് പോകുന്ന ഒരു ഗേറ്റാണ് ഈ സൗത്ത് ഗേറ്റ്. ഈ ഗേറ്റ് എപ്പോഴും PRD വരികയും PRDക്ക് മുന്നിലുള്ള ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരടക്കം വാർത്താ സമ്മേളനത്തിനടക്കം വന്നു കഴിഞ്ഞാലും പുറത്തേക്ക് പോകുന്ന ഗേറ്റാണ് ഈ സൗത്ത് ഗേറ്റ്. പക്ഷേ സൗത്ത് ഗേറ്റ് നിലവിൽ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. വാഹനങ്ങൾ കടത്തിവിടാത്ത രീതിയിലാണ് അടച്ചിട്ടുള്ളത്. നടന്നു പോകാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇവിടെയും രാവിലെ മുതൽ തന്നെ, രാവിലെ 6 മണി മുതൽ സമരക്കാർ നിറഞ്ഞിരുന്നു. രാവിലെ 6 മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിൽ പ്രതിഷേധ സംഗമങ്ങൾ, വിവിധ നേതാക്കൾ പ്രതിഷേധ സംഗമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തയ്യാറാക്കിയ, ഇവിടെ മുന്നിലുണ്ടായിരുന്ന എല്ലാ കസേരകളും നിറയുകയും കസേരകൾക്ക് സമീപത്ത് ആളുകൾ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ സൗത്ത് ഗേറ്റിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇനി തൊട്ടടുത്താണ് YMCA ഗേറ്റ്. YMCA ഗേറ്റിൽ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ YMCA ഗേറ്റിൽ ഇത്രത്തോളം വലിയ ഒരു കാരണം പ്രധാന 2 റോഡുകൾ, അതായത് സ്റ്റാച്യു റോഡുകൾ തുടങ്ങുന്നിടം നോർത്ത് ഗേറ്റും അവസാനിക്കുന്നിടം സൗത്ത് ഗേറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തായിരിക്കും ഏറ്റവും അധികം പ്രതിഷേധക്കാർ എത്താൻ സാഹചര്യം. വിവിധ മണ്ഡലം കമ്മിറ്റികൾക്ക്, തിരുവനന്തപുരത്ത് നിന്നുള്ള മണ്ഡലം കമ്മിറ്റികൾക്ക് വിവിധ സ്ഥലങ്ങളിൽ സംവിധാനം ഒരുക്കാൻ, പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ച് സ്ഥലം നൽകിയിട്ടുണ്ട്. പക്ഷേ പുറത്തു നിന്ന് വരുന്ന, മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ ഏറ്റവും കൂടുതൽ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഗേറ്റിലും സൗത്ത് ഗേറ്റിലുമായിരിക്കും. YMCA ഗേറ്റിൽ ഒരുപക്ഷെ ആളുകളുടെ എണ്ണം കുറവായിരിക്കും. YMCA ഗേറ്റിന് സമീപത്ത് തന്നെയാണ്, ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവരും ആ ഭാഗത്തേക്ക് കൂടി പോകും. എന്തായാലും ഇവിടെ ഈ രീതിയിൽ രാവിലെ 6 മണി മുതൽ തന്നെ പ്രതിഷേധം തുടരുന്നുണ്ട്. കൃത്യമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രതിഷേധം തുടരുന്നത്. സർക്കാരിനെതിരെയുള്ള കൃത്യമായ അഴിമതി ആരോപണങ്ങളും KSRTCയിൽ നടക്കുന്ന കെടുകാര്യസ്ഥയും അടക്കമുള്ളവ ഇവിടെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് ഉമേഷ് വിശദീകരിച്ചതുപോലെ. സൗത്ത് ഗേറ്റിലാണ് ഉമേഷ് ഉള്ളത്. ഉമേഷ് പറയുന്നത് പോലെ അവിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുള്ള വലിയ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. എന്തായാലും UDFന്റെ നേതാക്കളേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നേതാക്കൾ ഓരോരുത്തരായി വരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. VV അരുൺ അടക്കം അവിടെ നേതാക്കളുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട് എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതുന്നു. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ? എത്തിച്ചേരണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രവർത്തകരും നഗരത്തിൽ എത്തിച്ചേരും. ഇപ്പോൾ 3 ഗേറ്റുകളിലായി നമ്മുടെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ അവരെ ഈ സമര ഗേറ്റിൽ അണിനിരന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകർ വന്ന് ഈ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്ന് ഇന്ന് ഈ നാടിന്റെ ജനവികാരം ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇത്രയേറെ ജനവികാരം ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. വിലക്കയറ്റം മാത്രമല്ല, എല്ലാ മേഖലകളിലും അതിശക്തമായ പ്രതിഷേധമാണ് ഉള്ളത്. ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ശക്തമായിരിക്കും. ബാക്കി ശ്രീ CP ജോൺ പറയും. എത്ര മണിവരെ സമരം മുന്നോട്ട് പോകും? ഒരു മണി വരെ കൊണ്ടുപോകും. പൂർണ്ണമായും ഈ സെക്രട്ടേറിയറ്റ് ഉപയോഗിക്കുകയാണ്. ആണ്.
ഈ ജനവികാരം ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന വളയുക എന്നുള്ളതാണ് വളയും. ഈ ഒരു സാമ്പത്തിക രംഗമൊക്കെ എങ്ങനെയാണ് ശരിക്കും ഈ സംസ്ഥാനത്ത് ഈ ഘട്ടത്തിലുള്ളത്? വലിയ സാമ്പത്തികത്തിന് മെച്ചപ്പെടുന്ന സർക്കാരിന്റെ അവകാശമാണ്. സാമ്പത്തിക സ്ഥിതി ഗവൺമെന്റിന്റെ ട്രഷറി ഇന്ന് DA കൊടുത്തിട്ടില്ല. സാമ്പത്തിക സ്ഥിതി നല്ലതാണോ? അതേപോലെ തന്നെ ശമ്പളം മുടങ്ങാൻ പോവാണ്. യാതൊരു തരത്തിലുള്ള ഇൻക്രിമെന്റ് കൊടുക്കുന്നില്ല. എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. 5 മാസത്തെ DA കൊടുക്കാനുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. പ്ലാൻ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു, പട്ടികവർഗത്തിന്റെ കുറച്ചു, പഞ്ചായത്തിന്റെ കുറച്ചു. ഇതാണ് സ്ഥിതി. ഇതാണ് CP ജോൺ പറഞ്ഞത്. ഏതായാലും ഈ സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് UDF ഇവിടെ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ നേതാക്കൾ ഈ ഒരു സമരത്തിന്റെ രീതി മുഴുവൻ ഒരുക്കങ്ങൾ ക്രമീകരണം വിലയിരുത്താനായി വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പല ഗേറ്റുകളിലായി ഈ സമരത്തിന്റെ ഭാഗമാകും. ഏതായാലും അതിശക്തമായ സമരം, സർക്കാരിനെതിരെ പൂർണ്ണമായും സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിനാണ് സർക്കാർ ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം 3 ഗേറ്റുകൾ ഉപരോധിക്കുമ്പോൾ സ്വാഭാവികമായും കന്റോൺമെന്റ് ഗേറ്റ് മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ സഞ്ചാരത്തിനായി തുറന്നിടും. ആ രീതിയാണ് ഇപ്പോൾ UDFന്റെ ഈ സമരം മുന്നോട്ട് പോകുന്നത്. സജിത്ത്, ശരിക്കും പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അതാണ് അരുൺ വ്യക്തമാക്കുന്നത്. എന്തായാലും UDF പ്രഖ്യാപിക്കുന്നത്, പാലോട് രവി അടക്കം വിശദീകരിക്കുന്നത് പോലെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയുകയാണ് എന്നതാണ് അവരുടെ പ്രഖ്യാപനം. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന മിനിറ്റുകളിൽ ഈ സമരം കൂടുതൽ ശക്തമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വ്യക്തമാകും. നമുക്കൊപ്പം ഐശ്വര്യ അനിൽ കൂടി ചേർന്നു. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. സെക്രട്ടേറിയറ്റിന്റെ പരിസരങ്ങളിലൊക്കെ ആണ് ഐശ്വര്യ നിരന്തരം വാർത്തകൾക്ക് നടക്കുന്ന നിങ്ങളുടെ പ്രവർത്തന മേഖലയാണ്. അവിടെ ഇന്നൊരു വ്യത്യസ്ത കാഴ്ചയാണ്, വലിയ ശക്തമായ പ്രതിഷേധമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ സോളാർ സമരകാലത്ത് ഇടതുമുന്നണി അന്നത്തെ സർക്കാരിനെതിരെ നയിച്ച സമരമാണ്. അതുപോലെയുള്ള ആൾക്കൂട്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും അത്തരമൊരു പ്രഖ്യാപനമാണ് UDF നടത്തിയിരിക്കുന്നത്. സമാനമായ കാഴ്ചകളിലേക്കായിരിക്കുമോ ഐശ്വര്യ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ പരിസരങ്ങൾ പകൽ സമയത്ത് നടക്കുക? ഐശ്വര്യ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പുകളും നിയന്ത്രണങ്ങളും? അറിയുമോ? സംശയം വേണ്ട, ചാടി വീഴുന്ന ചെന്നായിയുടെ മുമ്പിൽ. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിന്റെ അവിടെയാണ്. ഈ ഗേറ്റിന്റെ മുന്നിലായി തന്നെ നമുക്ക് കാണാം വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കുക ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ കവാടം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ UDFന്റെ പ്രതിഷേധത്തിന് അനുമതിയില്ല. കൃത്യമായ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇരുവശങ്ങളിലായി ബാരിക്കേഡ് വെച്ച് കൃത്യമായി അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സജിത്ത് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, UDF ഈ പ്രതിഷേധം ശക്തമാക്കും. ഒപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാകും എന്ന് പറയുമ്പോഴും രാവിലെ അത്ര വലിയ തിരക്ക് ഇവിടെ കാണുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ അതുണ്ടാകും. 10 മണിയോടുകൂടിയാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം DCC. എന്തായാലും അത് വരും മണിക്കൂറുകൾ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കണ്ടോൺമെന്റ് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഗേറ്റാണ്. കാരണം നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടി ഉണ്ടെങ്കിൽ പോലും സർക്കാരിന്റെ 2ാം വാർഷികമാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഓഫീസിലേക്ക് എത്തും. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസിന്റെ, അതായത് രാവിലെ 5:30യോടുകൂടി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയ സാഹചര്യത്തിൽ, UDFന്റെ പ്രവർത്തകർ എത്തിയ സാഹചര്യത്തിൽ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ പോലീസ് ഇവിടെ എത്തി കൃത്യമായി അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇരുവശങ്ങളിലായി പോലീസിനൊപ്പം ഈ പിങ്ക് പോലീസ് അടക്കം ഇവിടെ കൃത്യമായി അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരും. വരും മണിക്കൂറുകൾ കൂടുതൽ UDFന്റെ പ്രവർത്തകർ കൂടുതലായി ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടികളുണ്ട്. സ്വാഭാവികമായി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വരും. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിനു വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സജിത്ത്, സെക്രട്ടേറിയറ്റ് വളയൽ സമരം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള
അതാണ് ഐശ്വര്യ വ്യക്തമാക്കിയത്. എന്തായാലും കന്റോൺമെന്റ് ഗേറ്റിലാണ് ഐശ്വര്യ നിൽക്കുന്നത്. കന്റോൺമെന്റ് ഗേറ്റിലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അവിടെ സമരത്തിന് നിയന്ത്രണമുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഒപ്പം തന്നെ മന്ത്രിമാർക്കൊക്കെ കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുന്ന അവിടെയാണ്. മുമ്പ് ഈ സോളാർ സമരകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ തടയും, അദ്ദേഹത്തിന് പ്രവർത്തനം, അദ്ദേഹത്തിന്റെ വാഹനം പോലും കടത്തിവിടില്ല എന്ന പ്രഖ്യാപനവും ഒക്കെ ആയിട്ടായിരുന്നു അന്ന് ഇടതുമുന്നണി പ്രവർത്തകർ സമരം ചെയ്തത്. തുടർന്ന് ഈ നന്ദൻകോട് ക്ലിഫ് ഹൗസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീളുന്ന വഴികളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയാണെന്ന് ഉമ്മൻചാണ്ടിയെ സെക്രട്ടേറിയറ്റ് കന്റോൺമെന്റ് ഗേറ്റിനുള്ളിലേക്ക് അന്ന് കടത്തിവിട്ടത്. അങ്ങനെ പോലീസ് അന്ന് വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. സമാനമായ സാഹചര്യം ഇന്നും സുരക്ഷ ഒരുക്കി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഐശ്വര്യ സൂചിപ്പിച്ച പോലെ വലിയ തരത്തിലുള്ള ക്രമീകരണം ഈ തരത്തിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പശ്ചാത്തലം. UDF-ന്റെ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. സമര ഗേറ്റ് തൊട്ട് പിന്നിലുള്ള പ്രധാനമായ സമര കേന്ദ്രം അവിടെയാണ്. അതിരാവിലെ തന്നെ സമര പ്രഖ്യാപനങ്ങളും നേതാക്കളുടെ പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ സജീവമായി തന്നെ നടക്കുകയാണ്. നേതാക്കളൊക്കെ വരുന്നു, ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു. എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടുള്ള സമരം, ആ തരത്തിലാണ് അവരുടെ പ്രഖ്യാപനം. നമുക്കിപ്പം ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ഉണ്ട്. ഉമേഷ് നേരത്തെ പറഞ്ഞു വരികയായിരുന്നു ഈ സൗത്ത് ഗേറ്റും അവിടുത്തെ ക്രമീകരണങ്ങളും. എന്താണ് ഈ മറ്റു മേഖലകളുടെ സ്ഥിതി? മറ്റു ഗേറ്റുകളിലേക്കും സമരക്കാർ എത്തി തുടങ്ങിയോ? ഉപരോധം ആരംഭിച്ച, സമരം പ്രഖ്യാപിച്ച സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ സമരം കടന്നു കഴിഞ്ഞിട്ടുണ്ടോ ഉമേഷ്? ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഈ കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ 2ാം വാർഷികത്തിൽ ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന ജനരോക്ഷം, ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നു വരുന്ന ജനവികാരം ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഉമേഷിലേക്ക് തിരിച്ചു വരാം. ഐശ്വര്യ അനിൽ നമുക്കൊപ്പം ഉണ്ട്. ഐശ്വര്യ ഇങ്ങനെ കന്റോൺമെന്റ് ഗേറ്റിന്റെ ക്രമീകരണങ്ങൾ പറയുകയായിരുന്നു. നിലവിലെ സാഹചര്യം പ്രകാരം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് 10 മണിയോടുകൂടി ഔദ്യോഗികമായ പരിപാടികൾ സെക്രട്ടേറിയറ്റിലും അതിന്റെ പരിസരങ്ങളിലുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ മന്ത്രിമാർ എത്ര പേര് സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രതിഷേധങ്ങൾക്കിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് ഇന്നും വൈകിട്ട് സർക്കാരിന്റെ വാർഷിക പരിപാടി നടക്കുകയാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളും മന്ത്രിമാരുടെ നീക്കവും ഇന്ന് ഏതു തരത്തിലായിരിക്കും ഐശ്വര്യ? സജിത്ത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട്, ഒപ്പം തന്നെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി, ആ റൂട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് അതിന് ആവശ്യമായ പോലീസിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാവിലെ ഈ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നമുക്ക് ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5:30 UDF പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നു. അതിനു മുന്നേ തന്നെ ഇവിടെ എത്തി കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് മുതൽ സെക്രട്ടേറിയറ്റ് വരെ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങൾ, ഒപ്പം മന്ത്രിമാരുടെ വസതി മുതൽ ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ, അങ്ങനെ എല്ലാ റൂട്ടുകളിലും കൃത്യമായി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുമുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പോലീസിന്റെ സന്നാഹങ്ങൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ വൈകിട്ട് സർക്കാരിന്റെ വാർഷിക പരിപാടിയുണ്ട്. അതല്ലാതെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പൊതുപരിപാടികളുണ്ട്. അതിനുവേണ്ട പോലീസിന്റെ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർ പലരും ഇതിനോടകം തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ കന്റോൺമെന്റ് ഗേറ്റ് വഴി തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം മറ്റ് 3 ഗേറ്റുകളിലും വലിയ പ്രതിഷേധം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവിടെ കസേരയിട്ട ഗേറ്റിന് മുന്നിൽ, അതായത് ഗേറ്റ് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ കസേരയിട്ട പ്രതിഷേധവുമായി UDF-ന്റെ പ്രവർത്തകരുമുണ്ട്. പക്ഷേ ഈ ഒരു ഗേറ്റ് മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. അവിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ജീവനക്കാരടക്കം അകത്തേക്ക് കയറുന്നത്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റ് അനക്സ് ഉണ്ട്. അവിടെയും കൃത്യമായി ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം മന്ത്രിമാരുടെ ഓഫീസ് അടക്കം സെക്രട്ടേറിയറ്റ് അനക്സിൽ ഉള്ളതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് എത്താനും തിരിച്ചു മടങ്ങിപ്പോകാനും ഒക്കെ
ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ കൂടുതൽ UDF പ്രവർത്തകർ എത്തും. ഈ സർക്കാരിന്റെ 2ാം വാർഷികമായി ഇന്ന് ഒരുപക്ഷെ നഗരം സ്തംഭിച്ച നിലയിൽ തന്നെയാണ്. ഗതാഗതം കൃത്യമായി ക്രമീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം പൊതുവേ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഗതാഗത കുരുക്ക് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഈ MG റോഡ് പൂർണ്ണമായും UDF പ്രവർത്തകർ കൈയടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് രീതിയിൽ ഈ ഗതാഗത കുരുക്കടക്കം പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരുക്കി നൽകേണ്ടതുണ്ട്. ഓഫീസിലേക്ക് എത്താനും മറ്റ് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ എത്താനും ഒക്കെ അത്തരം ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഈ മണിക്കൂറിൽ പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ UDF പ്രവർത്തകർ എത്തിയാൽ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായ പ്ലാൻ പോലീസിനുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ നിൽക്കുന്ന കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിൽ പോലീസിന്റെ വലിയ സന്നാഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരും മണിക്കൂറുകൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ അത്രയധികം സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സജിത്ത്. യെസ്, അതാണ് ഐശ്വര്യ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് മുന്നിൽ കണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ UDFന്റെ സമര പരിപാടികൾ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. പൂർണ്ണമായും സെക്രട്ടേറിയറ്റും പരിസരങ്ങളും നിശ്ചലമാവുന്ന സാഹചര്യം തന്നെയാണുള്ളത്. സെക്രട്ടേറിയറ്റിനുള്ളിലും ഇതിൻ്റെ ഗേറ്റിനോട് ചേർന്നുമൊക്കെ പോലീസുകാരെയൊക്കെ പ്രത്യേകമായി ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് വലിയ ക്രമീകരണങ്ങളും ആ തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഭരണസിരാ കേന്ദ്രം സ്തംഭിപ്പിക്കും എന്ന UDFന്റെ പ്രഖ്യാപനം, അതിന് സമാനമായ ഒരു സമര രീതികളുമായി അവർ വരുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാവും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഒപ്പം സർക്കാർ ഇന്ന് അവരുടെ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും UDFന്റെ സമരപരിപാടികളാണ് ഇന്ന് രാവിലെ തുടക്കം മുതൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമരപരിപാടികളുടെ കൂടുതൽ വ്യക്തതയുള്ള കൂടുതൽ സമഗ്രമായ കവറേജ് വരുന്ന മണിക്കൂറുകൾ പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പ്രഭാത കേരളത്തിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ ഈ സമര കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDFന്റെ സമരവേദിയിൽ നിന്നും വീണ്ടും ആരംഭിക്കുന്നു. തിരികെ വരുമ്പോൾ നമ്മൾ പോകുന്നത് ഷാനോസ് ഡേവിഡിലേക്കാണ്. ഷാനോസ് സമരത്തിന്റെ ചിത്രം പങ്കുവെക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഷാനോസ്, വെരി ഗുഡ് മോർണിംഗ്. ഷാനോസ് നിൽക്കുന്നത് എവിടെയാണ്? സെക്രട്ടേറിയറ്റിന്റെ ഏത് ഭാഗത്താണ്? അവിടെ എങ്ങനെയാണ് സമരം ശക്തമായി തന്നെ ആരംഭിക്കുന്നുണ്ടോ ഷാനോസ്? സൈത്തെ രാവിലെ 7 മണിയോടുകൂടി തന്നെ UDF പ്രവർത്തകർ ഈ YMCA ഗേറ്റ് നിൽക്കുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്ത് YMCA ഗേറ്റിലാണ് നിൽക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ 100 കണക്കിന് UDF പ്രവർത്തകർ ഈ പ്രദേശമാകമാനം സംഘടിച്ചിരിക്കുന്നു. ജീവനക്കാരെ കടത്തിവിടാതെ പൂർണ്ണമായും 10 മണിയോടുകൂടി പൂർണ്ണമായും ഉപരോധം സംഘടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു സജ്ജീകരണം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് കസേരകൾ നിരത്തിയിട്ട് ഇവിടെ പ്രതിഷേധ യോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി UDF പ്രവർത്തകർ കഴിഞ്ഞ കുറേ നേരങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് ജീവനക്കാർ കടന്നുപോയതിനപ്പുറത്തേക്ക് പിന്നീട് ഒരാൾക്കും ജീവനക്കാർക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം വലിയ തരത്തിലുള്ള ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ്. സർക്കാരിന്റെ 2ാം വാർഷികം ആഘോഷിക്കുന്ന ദിനത്തിൽ തന്നെ വലിയ പ്രതിഷേധം UDFന്റെ ഭാഗത്തു നിന്നും വലിയ സർക്കാരിന്റെ വിവിധ തലത്തിലുള്ള ഭരണ പരാജയത്തെ സംബന്ധിച്ച് ക്യാമറ വിവാദം സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് UDFന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നേ ദിവസം ഈ വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 100 കണക്കിന് ആളുകളെ ഈ പ്രദേശത്ത് തന്നെ അണിനിരത്തിക്കൊണ്ട് സമരം സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമരം തുടക്കത്തിൽ തന്നെ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്ന വണ്ണം ആളുകളെ അണിനിരത്താൻ UDF നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9:30 മണി കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 9:30-ക്ക് 10-ന് ഇടയ്ക്ക് VD സതീശൻ ഈ സമരപ്പന്തലിൽ ഈ ഗേറ്റിന്റെ ഭാഗത്തെത്തും. സംസാരിച്ചതിന് ശേഷമായിരിക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് മടങ്ങുക. എന്തായാലും 100 കണക്കിന് ആളുകളെ ഒരേ സമയം പങ്കെടുപ്പിച്ചുകൊണ്ട് 7 മണിക്ക് പറഞ്ഞ സമയത്ത് തന്നെ പരിപാടി സംഘടിപ്പിച്ച് ആളുകളെ ഇറക്കി ഇവിടം ഉപരോധിക്കാൻ, ഈ ഗേറ്റ് ഉപരോധിച്ച് ജീവനക്കാരെ തടയുന്നതിൽ ഫലപ്രദമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധ യോഗം നിരവധി UDF നേതാക്കൾ, RSP നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, അതുപോലെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നിരവധി നേതാക്കൾ ഇവിടെ എത്തുന്നു, സംസാരിക്കുന്നു. അങ്ങനെ രാവിലെ ഏതാണ്ട് 7 മണി മുതൽ തന്നെ സജീവമായ ഒരു സമര കേന്ദ്രമായി ഈ സെക്രട്ടേറിയറ്റിന് സമീപത്തെ YMCA ഗേറ്റിന്റെ പരിസരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഷാനോസ് വ്യക്തമാക്കുന്നത്. ഷാനോസ് പറഞ്ഞതുപോലെ YMCA ഗേറ്റിന് മുന്നിലാണ് ഷാനോസ്. അവിടെ ശക്തമായ സമരം ആരംഭിച്ചു കഴിഞ്ഞു.
തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന ഗേറ്റുകൾ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് UDFിൻ്റെ സമരപ്രഖ്യാപനം. നിലവിൽ നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ഗേറ്റുകളിലും സമാനമായ അവർ പ്രഖ്യാപിച്ചതിന് സമാനമായ ഒരു പ്രതിഷേധം സമരം അവിടെ ആരംഭിച്ചു എന്നതാണ് സാഹചര്യം. സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശമാണ്, MG റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. MG റോഡ് കാണാം, ഏറ്റവും തിരക്കേറിയ ഒരു ഇടമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശമാണ്, നിരവധി കടകമ്പോളങ്ങളൊക്കെ ഉള്ള ഇടമാണ്. രാവിലെ ഇപ്പോൾ തന്നെ അതിരാവിലെ തന്നെ സജീവമാവുന്ന മേഖലയാണ്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും, പൂർണ്ണമായും ഇവിടുത്തെ ഗതാഗതമൊക്കെ നിശ്ചലമാക്കിക്കൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് 4 ഗേറ്റുകൾ സെക്രട്ടേറിയറ്റിനെ പരിചിതമാണ് എല്ലാവർക്കുമെങ്കിലും 4 ഗേറ്റുകളാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റിനുള്ളത്. ഒന്ന് ഈ സമര ഗേറ്റ് എന്ന് വിളിക്കുന്ന പ്രധാനമായും മുൻവശത്ത് വരുന്ന നോർത്ത് ബ്ലോക്കിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊക്കെ സമീപത്തായി വരുന്ന ഒരു ഗേറ്റ്. മറ്റൊരു ഗേറ്റ് കണ്ടോൺമെൻറ്റ് ഗേറ്റ് എന്ന് വിളിക്കുന്ന കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ സാധാരണ രീതിയിൽ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടന്നു പോകുന്ന വളരെ നിയന്ത്രണ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മറ്റൊരു ഗേറ്റാണ് സൗത്ത് ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ MG റോഡിലേക്ക് തന്നെ തുറക്കുന്ന മറ്റൊരു ഗേറ്റ്. എനിക്ക് പിന്നിലായി കാണുന്ന ഗേറ്റാണ്. അതിനുമപ്പുറമാണ് YMCA ഗേറ്റ്, അല്പസമയം മുമ്പ് ഷാനൂസ് ഡേവിഡ് നിന്ന ഗേറ്റ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കവാടങ്ങളും ഗേറ്റുകളുമാണ് തലസ്ഥാനത്തെ ഈ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളത്. ഈ 4 ഗേറ്റുകളിലും ഉപരോധം തീർക്കുക എന്നതായിരുന്നു UDFിൻ്റെ പ്രഖ്യാപനം. പക്ഷേ ഈ കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് പ്രതിഷേധം അനുവദിച്ചിട്ടില്ല. കാരണം ഒരു പ്രത്യേക സുരക്ഷാ മേഖലയാണ് അവിടെ. മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, മറ്റ് ജീവനക്കാർ, സർക്കാരിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ കടന്നു പോകുന്നതിന് ഒരു വഴിയൊരുക്കൽ അവിടെയാണ് നടത്തുന്നത്. സുരക്ഷാ പരിശോധനയൊക്കെ അവിടെ നടക്കുന്നത് ഇടം കൂടിയാണ് അവിടെ. അതുകൊണ്ട് കണ്ടോൺമെൻറ്റ് ഗേറ്റിൽ നിന്ന് സമരക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് 3 ഗേറ്റുകളിലും വലിയ ഉപരോധ സമരമാണ് അവർ തീർക്കുന്നത്. അതാണ് അവരുടെ പ്രഖ്യാപനം. അതനുസരിച്ച് കൊണ്ടുള്ള സമരം നടക്കുന്നുണ്ട്. ഈ 3 ഗേറ്റുകളിലും YMCA ഗേറ്റിൽ, സൗത്ത് ഗേറ്റിൽ, ഒപ്പം സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഗേറ്റിൽ ഈ 3 ഇടത്തും പ്രത്യേക യോഗങ്ങൾ നടക്കി അവിടെ നേതാക്കളെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ട് നിന്ന് ആ തരത്തിൽ പ്രത്യേക മേഖലകൾക്ക് അവിടെ ചുമതല നൽകിക്കൊണ്ട് പ്രവർത്തകരെ അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സൗത്ത് ഗേറ്റിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഈ സൗത്ത് ഗേറ്റ് ഒരു പ്രധാനപ്പെട്ട MG റോഡിലേക്ക് തുറക്കുന്ന ഗേറ്റാണ്. അവിടുത്തെ ഒരു രീതി എന്താണ്? സമരം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ പൂർണ്ണമായും തിരുവനന്തപുരം നഗര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റിനോട് അടുത്ത പ്രദേശങ്ങളിൽ ഗതാഗത സ്തംഭനമല്ലേ രാവിലെ മുതൽ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും സൗത്ത് ഗേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഗേറ്റ് സമര ഗേറ്റിന് സമാനമാണ് സൗത്ത് ഗേറ്റിന്റെ സാഹചര്യം. കാരണം MG റോഡാണ് പ്രധാന, ഏറ്റവും തിരക്കുള്ള, ഏറ്റവും മുഴുവൻ സമയവും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. നിരവധി സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, കൂടാതെ നിരവധി വ്യാപാര കേന്ദ്രങ്ങളായ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരാണ് ഇതുവഴി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കടന്നു പോകുന്നത്. പക്ഷേ നിലവിൽ പൂർണ്ണമായി ഈ റോഡ് പൂർണ്ണമായി ഗതാഗതം സ്ഥാപിച്ച നിലയിൽ തന്നെയാണ്. കാരണം ഈ പ്രധാന മേഖലയിലേക്ക് കയറുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണമുണ്ട്. കാരണം ഈ സമരക്കാർക്കിടയിലേക്ക് സമരത്തിന് വരുന്നവരെ വിടുന്നുണ്ട്, ബാക്കി ഉള്ളവർക്ക് ഇതിലേക്ക് വരാൻ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നതിന് ചില കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നവർക്ക് വഴി തിരിച്ചു വിടുന്നുണ്ട്. വഴിക്കാട് വഴി തിരിഞ്ഞു പോകേണ്ടതുണ്ട്. കൂടാതെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുന്നവർക്കും ഇവിടെ കയറാതെ തന്നെ പേട്ട വഴി വഞ്ചൂർ വഴി പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എന്തായാലും സൗത്ത് ഗേറ്റിലും സമരക്കാർ നിറഞ്ഞു കഴിഞ്ഞു. സമരക്കാർ വരുന്നതിനനുസരിച്ച് കസേരകളുടെ എണ്ണം കസേരകളെടുത്ത് പിറകിലേക്ക് ഇട്ട് മാറ്റിയിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ നിലവിൽ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് കൊടുക്കുന്ന സുരേഷ് എം പി സംസാരിക്കുകയാണ്. ഈ സമരത്തിനെത്തുന്നവർക്ക് ഭക്ഷണവും എല്ലാം ഈ സംഘാടക സമിതി തന്നെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് ചായ നൽകാൻ ഒരു പ്രത്യേക സംവിധാനവും പ്രത്യേക സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഭക്ഷണവും നൽകും. അതുകൂടാതെ ഭക്ഷണം പാഴ്സലായും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിവിധ പോഷക സംഘടനകളുടെ കൂടി നേതൃത്വത്തിൽ, കാരണം സെക്രട്ടേറിയറ്റാണ്, സെക്രട്ടേറിയറ്റിലെ സർവീസ് സംഘടനകളുണ്ട്, ഈ സർവീസ് സംഘടനകളുടെ കൂടി നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഉച്ചവരെയാണ് സമരം. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഉച്ചവരെ രാവിലെ 6 മണിക്ക് എത്തുന്നവരാണ്. രാവിലെ 6 മണിക്ക് എത്തുന്നവർക്ക് ചായ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി ഒരു പൂർണ്ണമായി. കാരണം ഈ ക്യൂ നമ്മളിപ്പോൾ കാണുന്നത്, നമ്മൾ ഇത്രയും നേരം സമരത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരുടെ ക്യൂ ആണ്. ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ വീണ്ടും ഭക്ഷണം കഴിച്ച് ചെറിയൊരു ഇടവേള എടുത്ത് അതിൽ ഭക്ഷണം കഴിച്ച് അതിനുശേഷം വീണ്ടും സമരത്തിലേക്ക് വരുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതേ രീതിയിൽ സാധാരണ ഒരു സമരത്തിനെത്തിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെല്ലാം സമരം നടത്തി തിരിച്ചു പോകേണ്ടവരാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം സെക്രട്ടേറിയറ്റ് ഇന്ന് ഉച്ചവരെ സമരമാണ്. അതുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് സംഘാടക സമിതി കൃത്യമായി ഭക്ഷണവും എല്ലാം ഒരുക്കി ഈ കൂടുതൽ സമയം പ്രതിഷേധക്കാർക്ക് ഇവിടെ എത്താനും ഇവിടെ ഇരിക്കാനുമുള്ള ക്രമീകരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം എത്തിച്ച് ഇവിടെ തന്നെ ഭക്ഷണം വിളമ്പി ഇവിടെ നിന്ന് തന്നെ കഴിച്ച് അതിൻ്റെ വേസ്റ്റുകളെല്ലാം മാറ്റി ആ രീതിയിൽ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി. നമ്മൾ മുൻപ് സോളാർ സമരകാലത്ത് LDFിൻ്റെ സമരം നമ്മൾ കണ്ടതാണ്. LDFിൻ്റെ സമരത്തിൽ സമാനമായ രീതിയിൽ ഈ ക്രമീകരണങ്ങൾ അത് ദിവസങ്ങളോളം ഒരുക്കിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഉച്ചവരെ മതി, ഉച്ചവരെയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേ രീതിയിൽ വളരെ സംഘടിതമായി വളരെ ദിവസങ്ങൾ നീണ്ട ഒരു സംഘാടനത്തിൻ്റെ ഒരു ഫലമാണ് ഈ രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ ഈ ഇത്തരത്തിൽ ആളുകളുടെ ഒരു പ്രതിഷേധത്തിനെത്തുന്ന ആളുകളുടെ എണ്ണവും വിവിധ ഗേറ്റുകൾ 3 പ്രധാന ഗേറ്റുകളും പൂർണ്ണമായി വളയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ YMCA ഗേറ്റ്, സൗത്ത് ഗേറ്റ് വഴി ജീവനക്കാർക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ നിലവിൽ പൂർണ്ണമായി സൗത്ത് ഗേറ്റും പൂർണ്ണമായി ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ജീവനക്കാർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് പോകണമെങ്കിൽ അത് കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി മാത്രമാണ് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി മാത്രമായിരിക്കും കടത്തിവിടുക. ഇപ്പോൾ പൂർണ്ണമായി സൗത്ത് ഗേറ്റ് നമ്മൾ ഇപ്പോൾ സൗത്ത് ഗേറ്റിന് മുന്നിലേക്കാണ് പോകുന്നത്. ഈ സൗത്ത് ഗേറ്റ് പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. ഇവിടെ ഈ വഴിയാണ് ഈ സൗത്ത് ഗേറ്റ് വഴിയാണ് സാധാരണ പുറത്തേക്ക് വാഹനങ്ങൾ, അകത്തേക്ക് ജീവനക്കാരെ മാത്രമേ കടത്തിവിടാറുള്ളൂ. പുറത്തേക്ക് സെക്രട്ടേറിയറ്റിലെത്തി മറ്റ് സുരക്ഷാ പരിശോധനകൾക്കെല്ലാം ശേഷം സെക്രട്ടേറിയറ്റിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും എത്തിയ ശേഷം വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി MG റോഡിലേക്ക് എത്തുന്ന വഴിയാണ് ഈ സൗത്ത് ഗേറ്റ്. ഈ സൗത്ത് ഗേറ്റിലും പൂർണ്ണമായി ബാരിക്കേഡുകൾ വെച്ച് അതിൽ ഒരാളെ പോലും അകത്തേക്ക് കടത്താത്ത രീതിയിൽ പൂർണ്ണമായി നിയന്ത്രിച്ചു കഴിഞ്ഞു, പ്രവേശനം നിയന്ത്രിച്ചു കഴിഞ്ഞു. ഈ രീതിയിൽ സൗത്ത് ഗേറ്റ് പൂർണ്ണമായി നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ജീവനക്കാർക്ക് കയറാൻ കണ്ടോൺമെൻറ്റ് ഗേറ്റ് മാത്രമേ ഉള്ളൂ. കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് എത്തണമെങ്കിൽ നിരവധി കടമ്പകൾ കടക്കണം. കാരണം ഇതിൻ്റെ പരിശോധനകൾ ബേക്കറി ജംഗ്ഷൻ മുതൽ തന്നെ ആരംഭിക്കുന്നു. വഴുതക്കാട് നിന്ന് ബേക്കറിയിലേക്ക് വരുന്ന സ്ഥലത്ത് ബേക്കറി ജംഗ്ഷനിൽ 3 റോഡുകളുണ്ട്. ആ 3 റോഡുകളിൽ ഒരു റോഡ് മാത്രമേ തുറന്നിട്ടുള്ളൂ. മറ്റ് 2 റോഡുകളും ബാരിക്കേഡുകൾ വെച്ച് പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. ബേക്കറി ജംഗ്ഷനിൽ SBIയുടെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ വേണം ഈ കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് വരാൻ. SBI ജംഗ്ഷനിൽ വൻ പോലീസ് സന്നാഹമുണ്ട്. അവർ അതുവഴി ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നവരാണോ എന്ന് കൃത്യമായി അവരുടെ ID കാർഡുകൾ അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. മറ്റെന്തെങ്കിലും പൊതുജനങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എത്തുകയാണെങ്കിൽ അവരെ ഒരുപക്ഷെ രാവിലെ കടത്തിവിടാനുള്ള സാധ്യത കുറവാണ്. കാരണം മന്ത്രിമാരടക്കം പോകുന്ന വഴിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഈ കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു വഴിതടയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിന് വലിയ വീഴ്ചയായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക് കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴിയുള്ള പ്രവേശനം ഉണ്ടാവില്ല. കണ്ടോൺമെൻറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഈ ബേക്കറി ജംഗ്ഷൻ മുതൽ തന്നെ ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞ് കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ 3 ബാരിക്കേഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോയി നേരെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും സെക്രട്ടേറിയറ്റിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വരാൻ തീരുമാനിച്ചിരുന്നവരുടെ യാത്രകൾ മാറ്റിവെക്കേണ്ടതാണ്. അതോടൊപ്പം ഈ ഭാഗത്തേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തേക്ക് മറ്റ് സ്ഥാപനങ്ങളുണ്ട്, മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കെല്ലാം പൊതുജനങ്ങൾ വരികയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നതാകും കുറച്ചുകൂടി നല്ലത്. കാരണം പോലീസിൻ്റെ സുരക്ഷ, പോലീസിൻ്റെ ID പരിശോധന എന്നിവയെല്ലാം വളരെ കർശനമായി നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടത്തിവിടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും സജിത്ത്, കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക് വീണ്ടും നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളവർ ഇന്ന് 10 മണി വരെയും ഈ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. തൊട്ടടുത്ത സമീപത്തെ ജില്ലകളിൽ നിന്നെല്ലാം ആ രീതിയിൽ ആളുകളെല്ലാം
എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ കണ്ടോൺമെന്റ് ഗേറ്റിലേക്കാണ് എല്ലാവരും ആദ്യം എത്തുക. കാരണം അവിടെയാണ് പ്രതിഷേധങ്ങൾ സാധാരണ നടക്കാറ്. പക്ഷെ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കേണ്ട സ്ഥലം തൊട്ടടുത്ത സ്ഥലത്താണ് എന്ന് പറഞ്ഞ് മാറ്റിവിടും. അങ്ങനെയാണ് ഈ ഒരു നടന്നു വരുന്ന ദൃശ്യങ്ങൾ. നമ്മൾ അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ ഒരു പ്രദേശം പൂർണ്ണമായും പ്രതിഷേധക്കാരെ കൊണ്ട് നിറയും എന്നുള്ളത്. ആ രീതിയിൽ എത്ര പ്രതിഷേധക്കാർ വന്നാലും അതിനുവേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, മറ്റു വെള്ളമടക്കമുള്ളവയും ഇവിടെ ഈ പ്രദേശത്ത് കരുതി വെച്ചിട്ടുണ്ട്. സജിത്ത്, അതാണ് ഉമേഷ് വ്യക്തമാക്കിയത്. പ്രേക്ഷകർ കൂടിയുള്ള ഒരു അറിയിപ്പാണ്. അതായത് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് വരാൻ, എന്തെങ്കിലും ആവശ്യത്തിന് വരാൻ കാത്തിരിക്കുന്ന അവർ യാത്ര തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. കാരണം ഉച്ചവരെ ഇവിടെ വലിയ തിരക്കായിരിക്കും. ഇവിടേക്ക് കടന്നു വരുന്നതിന് തടസ്സമുണ്ട്, ഗതാഗത നിയന്ത്രണമുണ്ട്, ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലുള്ള പ്രവേശനത്തിന് പോലും നിയന്ത്രണങ്ങളുണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്കുള്ള ഒരു അറിയിപ്പ്, ഉച്ചയ്ക്ക് ശേഷം ആ യാത്ര വരുന്നതാവും ഉചിതം. കാരണം രാവിലെ തിരക്കുകൾ ഉണ്ടാവുമെന്നൊരു അറിയിപ്പ് കൂടിയാണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൽ UDF മാത്രമല്ല സമരരംഗത്തുള്ളത്, BJPയും ശക്തമായ സമര പരിപാടികളിലും പ്രതിഷേധങ്ങളിലുമാണ്. സംസ്ഥാന വ്യാപകമായൊരു പ്രതിഷേധമാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് ഒരു നൈറ്റ് മാർച്ച് എന്ന പ്രഖ്യാപനം നടത്തി വലിയ സമരവും വി മുരളീധരൻ അത് ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ അവരുടെ സമരപരിപാടികൾ തുടരുന്നു. സംസ്ഥാനത്തിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലാണ് ഇന്ന് കൂടുതൽ ശക്തമായ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ BJP ഇന്നാണ് UDFന്റെ സമരം, അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ ആരംഭിച്ചു എന്ന തരത്തിലേക്ക് കൂടുതൽ ശക്തമായ ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു ഇന്നലെ യുവമോർച്ച BJP പ്രവർത്തകർക്ക് നടത്തിയത്. ഇന്ന് അവരുടെ ഒരു സമരപരിപാടി എന്താണ്? BJPയും UDFന് സമാനമായ പ്രതിഷേധം തന്നെയാണ് ഒരുക്കുന്നത്. സൈന്യ തീർച്ചയായും സൈന്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ 2ാം വാർഷികമാണ്. അപ്പോൾ ആരാണ് സമരത്തിൽ മുന്നിൽ എന്നത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിയമസഭയിൽ ഒരു അംഗമില്ലെങ്കിൽ കൂടിയും സമരരംഗത്ത് BJP പിറകിലേക്കല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം സൈത്ത് പറഞ്ഞതുപോലെ തന്നെ യുവമോർച്ചയുടെ മാർച്ച് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്നലെ രാത്രി ആരംഭിച്ച രാപ്പകൽ സമരമാണ്, അതിപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ സമരം. 10 മണിക്ക് BJP ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടി ആ സമരം ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 8 മണിക്ക് വി മുരളീധരനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാത്രവുമല്ല സംസ്ഥാന വ്യാപകമായി ഇന്ന് BJP വിവിധ സമരം പ്രത്യേകിച്ച് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് കളക്ടറേറ്റിലെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, സുരേന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ നേതാക്കൾ ഇന്ന് വിവിധ ജില്ലകളിലായി ഈ സമര പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. BJP പ്രധാനമായും ഉന്നയിക്കുന്നത് ഒരു കോഴ സർക്കാർ, അതായത് കമ്മീഷന് വേണ്ടി മാത്രം പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സർക്കാർ. മാത്രവുമല്ല BJP അവരുടെ ദേശീയ തലത്തിൽ എടുക്കുന്നൊരു നിലപാട്, അത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലവും അവർ ദേശീയത ഉയർത്തിയും തീവ്രവാദത്തെ മുന്നോട്ട് കൊണ്ടുവന്നുള്ള ഒരു രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. ഇവിടെയും ഇപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള സിനിമ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയിൽ പോലും അക്കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ തീവ്രവാദികളെ സഹായിക്കുന്നൊരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴ എന്നുള്ള അല്ലെങ്കിൽ കമ്മീഷന് വേണ്ടി പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകുന്നു. അതിന് പുറമെ ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ കൊച്ചിയിൽ പിടികൂടിയത്, അവിടെ ഇത്തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഏജൻസികൾ അല്ലെങ്കിൽ അവിടെയുള്ള സംഘങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് ലഹരി കടത്തുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണെന്ന വലിയ ആരോപണം. അതോടൊപ്പം തന്നെയാണ് മറ്റ് വകുപ്പുകളിലെ അഴിമതികൾ എന്ന തരത്തിൽ BJP ഉയർത്തുന്ന കാര്യം. പിന്നൊന്ന് സ്ത്രീകൾ നേരിടുന്ന ഒരു സുരക്ഷാ പ്രശ്നമാണ്. ഒരു ദിവസം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അധികരിച്ച് തന്നെ അവർ പറയുന്നത് ഒരു ദിവസം 41 സ്ത്രീകളെങ്കിലും കേരളത്തിൽ വിവിധ തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഈ കാലയളവിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുവെന്നും BJP പറയുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തിയുക്തമായ സമരപരിപാടികളുമായി മാത്രവുമല്ല ഒരാഴ്ചക്കാലം പ്രതിഷേധ വാരമായി ആചരിക്കാൻ കൂടി BJP തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കാണ് BJPയുടെ സമരം പോകുന്നത്. ഇന്ന് 2 മണി വരെയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ അവരുടെ പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്ത് തുടരുന്നത്. അതാണ് വിനോദ് സൂചിപ്പിച്ചത്. BJPയും ശക്തമായ പ്രതിഷേധത്തിലാണ്. ജില്ലാ കേന്ദ്രങ്ങളാണ് അവർ ഇന്നത്തെ ദിവസം മുഖ്യമായും ആസൂത്രണം നടത്തിയിരിക്കുന്നത്. കാരണം ജില്ലകൾ തോറും വലിയ സമരപരിപാടികൾ. കൊച്ചിയിലാണ് കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന സമരപരിപാടി നടക്കുന്നത്. മറ്റു ജില്ലാ കേന്ദ്രങ്ങളിൽ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് താനും. ഇതാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടക്കുന്നു. പിണറായി വിജയൻ സർക്കാർ 2ാം വർഷം പൂർത്തിയായി 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് കമ്മീഷൻ സർക്കാരാണ്,
അഴിമതി സർക്കാരാണ്, കൊള്ള സർക്കാരാണ്. ഇതാണ് BJP ആയാലും UDF ആയാലും ഉന്നയിക്കുന്ന വാദം. അത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവും സമരപരിപാടികളും നടക്കുന്നു. UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഈ കർണാടകയൊക്കെ വലിയൊരു ആവേശമാണ്. അത് സ്വാഭാവികമായും കേരളത്തിലും പ്രകടമാവുന്ന തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിട്ടുമുണ്ട്. എന്തായാലും 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്, ഇടതു സർക്കാരിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. തങ്ങൾ ഇനിയും ശക്തമായ സമരപരിപാടികളുമായി ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ ഇന്ന് നടക്കാൻ പോകുന്ന കർണാടക മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ഷണമില്ല. മറ്റ് പ്രതിപക്ഷ നിരയിലെ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണമുള്ളപ്പോൾ പിണറായിക്ക് ക്ഷണമില്ല എന്നത് അടക്കം കേരളത്തിൽ പ്രചരണ വിഷയമായി കൊണ്ടുവരാൻ UDF-ഉം കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നതുമുണ്ട്. ഇങ്ങനെ സങ്കീർണമായ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുക, കൂടുതൽ സമരപരിപാടികൾ പ്രഖ്യാപിക്കുക, ഇങ്ങനെ ഒരു ഊർജം നൽകാൻ ശ്രമിച്ചുകൊണ്ടാണ് UDF പ്രതിപക്ഷമൊക്കെ മുന്നോട്ട് പോകുന്നത്. അതേസമയം സർക്കാർ കേന്ദ്രങ്ങളും വളരെ കരുതലാണ്. കാരണം സമരങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ, ഞങ്ങൾ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. ജില്ലകൾ തോറും കേന്ദ്രീകരിച്ച് മന്ത്രിമാർ വിവിധ ഉദ്ഘാടന പരിപാടികൾ പങ്കെടുക്കുന്നു. ഇന്നലെ സർക്കാരിൻ്റെ വാർഷിക ദിനം വരുന്നു എന്നത് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിൻ്റെ ഒരു പുതിയ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിരിക്കുന്നത് KFOണിൻ്റെ ഉദ്ഘാടനമാണ്. ജൂൺ 5-ാം തീയതി KFOൺ പദ്ധതി, സംസ്ഥാനത്ത് വിവാദമായ പ്രതിപക്ഷം എവിടെ ആ പദ്ധതി എന്ന് ചോദിക്കുന്ന വിഷയത്തിൽ KFOൺ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 5-ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ആരോപണങ്ങൾക്ക് വികസന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയാൻ സർക്കാർ ശ്രമിക്കുന്നു. സാമ്പത്തികമായി സംസ്ഥാനത്തിൻ്റെ അവസ്ഥ അല്പം മെച്ചപ്പെട്ടു എന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സർക്കാർ പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ 2-ാം വാർഷിക ദിനത്തിൽ കൊണ്ടും കൊടുത്തുമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഇങ്ങനെ ആരോപണ നീക്കങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയും കൂടി എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സമര കാഴ്ചകളിലേക്ക് മടങ്ങി വരും. ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് UDF-ന്റെ സമരവേദികളിലേക്ക്. സമരവേദികളിൽ നേതാക്കളെല്ലാവരും അണിനിരന്നു കഴിഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മുഖ്യ സമരവേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശാസ്ത്രീയമായി അഴിമതി നടത്തുവാൻ വിരുദ്ധന്മാരായ മന്ത്രിമാരും അതോടൊപ്പം തന്നെ പാർട്ടിയും ഈ കേരളത്തെ അഴിമതിയിൽ മുക്കി താഴ്ത്തിയിരിക്കുക. ഐക്യജനാധിപത്യ മുന്നണി വ്യക്തമായ കുറ്റപത്രം ഈ ഗവൺമെന്റിനെതിരെ സമർപ്പിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് വളയൽ നടത്തുന്നത്. 7 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ്, 1-ാം പിണറായി സർക്കാരിന്റെ 5 വർഷക്കാലത്തെ അഴിമതിയെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിലുണ്ട്. 2-ാം പിണറായി സർക്കാരിന്റെ 2 വർഷത്തെ അഴിമതികളെ കുറിച്ച് ജനങ്ങളുടെ മുന്നിലുണ്ട്. നമ്മൾ നടത്തുന്ന ഈ പ്രക്ഷോഭം, ഈ സെക്രട്ടേറിയറ്റ് വളയൽ കേവലം ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമല്ല, മറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായതും കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കന്മാർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ AI ക്യാമറ വിവാദ അഴിമതി ഉൾപ്പെടെയുള്ള ഈ സംഭവങ്ങൾ, ഇത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. 2 വർഷം പിന്നിടുമ്പോൾ, 2-ാം പിണറായി സർക്കാർ 2 വർഷം പിന്നിടുമ്പോൾ അഴിമതി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ കേരളം ഉണ്ടാകുമോ? ഈ കേരളത്തെ പോലും വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം കൊണ്ടുപോയിട്ടുണ്ട്. പാപ്പരായ ഒരു സർക്കാർ കടമെടുത്ത് നിത്യദാന ചെലവ് നടത്തുന്ന ഒരു സർക്കാരായി സർക്കാർ മാറിയിരിക്കുന്നു. ഓരോ മാസവും ശമ്പളം കൊടുക്കാൻ പൈസയില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, കടമെടുപ്പ്. KSRTCയെ നശിപ്പിച്ചു, നാറാണക്കൽ KSRTCയെ തൊലച്ചു. വൈദ്യുതി ബോർഡ് എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വാട്ടർ അതോറിറ്റി, സത്വത്തിനൊക്കെ ജീവിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റി, ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്തൊരു വാട്ടർ അതോറിറ്റി, ജലവിഭവം. എന്നാൽ ബസ് ചാർജ് കൂട്ടി,
കറണ്ട് ചാർജ് കൂട്ടി, വസ്തുക്കരം കൂട്ടി, പ്രമാണത്തിന്റെ രജിസ്ട്രേഷന്റെ ചാർജ് കൂട്ടി 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 സകലമാന സാധനങ്ങൾക്ക് വില കൂട്ടി. അത് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ അവരെ ആശ്രയിക്കുന്ന ഇത് കർണാടകത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്, കോൺഗ്രസ് ഗവൺമെന്റ്. അവിടെ 200 യൂണിറ്റ് വൈദ്യുതി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നാൽ ഇന്ന് എടുക്കുന്ന തീരുമാനം 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ. സ്ത്രീകൾക്ക് കർണാടക സ്റ്റേറ്റിന്റെ ബസ്സുകളിൽ മുഴുവൻ സ്ത്രീകൾക്കും യാത്രാ സൗജന്യം. 2500 രൂപ നമ്മുടെ സഹോദരിമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാൻ പോവുകയാണ്. ഇന്ന് തീരുമാനം എടുക്കാൻ പോവാ. ഗ്യാരണ്ടി 5 കാര്യങ്ങളിലാണ് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നത് വോട്ടർമാർക്ക്. അത് കൂടുതലും മകളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. കർണാടകത്തിൽ പോയി താമസിച്ചാൽ മിക്കവാറും ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാം. സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ ഇപ്പൊ എത്ര 1000 അല്ലേ? 500 രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഇന്നു മുതൽ കർണാടകത്തിൽ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് സിദ്ധരാമയ്യ ഗവൺമെന്റ് കൊടുക്കാൻ പോവുക. അതുകൊണ്ട് കർണാടകത്തെ നോക്കി നമ്മൾ വെള്ളം ഇറക്കാനേ പറ്റത്തുള്ളൂ. പിണറായി വിജയന്റെ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്തെല്ലാം നമ്മളെ ഊറ്റാൻ പറ്റുമോ അത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിരിക്കുന്നവരുണ്ട്. ഇപ്പൊ 5 ഗ്യാരണ്ടി, 5 പോയിന്റ് അല്ലെങ്കിൽ 5 കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ്, ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കർണാടകത്തിൽ മത്സരിച്ചത്. സ്ത്രീകളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടി. അതുകൊണ്ട് ഗ്യാസിന്റെ സിലിണ്ടറിന്റെ 500 രൂപയായി ഇന്ന് കുറയും. മുഴുവൻ സ്ത്രീകൾക്കും, ഈ പുരുഷന്മാരും എല്ലാം സ്ത്രീകളെ വേഷം കെട്ടി കർണാടകത്തിലെ ബസ്സിൽ കയറുമെന്നപ്പോൾ എനിക്ക് സംശയിക്കാറുണ്ടോ? ബസ് യാത്ര സൗജന്യമായി ഇന്ന് സൗജന്യമാകുമ്പോൾ. അപ്പൊ 5 കാര്യങ്ങളിലും ഇന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കാൻ പോകും. അതാണ് കോൺഗ്രസ്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി ആരാ കൊണ്ടുവന്നത്? നമ്മളല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ പാവപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് പോലും പട്ടിണി കിടക്കാതെ ആളുകൾ ജീവിച്ചത് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടല്ലേ. മാർക്സിസ്റ്റുകാർ പറയുന്നത്, മാർക്സിസ്റ്റുകാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണ്? അവര് UPA ഗവൺമെന്റിനെ താങ്ങിയത് കൊണ്ടാണ്. അവര് UPA ഗവൺമെന്റിനെ താങ്ങി നിർത്തിയ സമയത്ത് അവരാവശ്യപ്പെട്ടതാണ് ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാണ് പാവപ്പെട്ട സ്ത്രീകളെ ഇപ്പൊ കൂടെ നിർത്തിക്കൊണ്ടു പോകുന്നത്. മോദി സർക്കാർ വന്നിട്ട് ഇപ്പോ 9 വർഷമായി. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ കൂട്ടിയില്ല, വേതനം കൂട്ടിയില്ല, പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തിയില്ല. ഈ തൊഴിലുറപ്പിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ്. കാരണം ഈ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ പേരാണ്, മൻമോഹൻ സിംഗിന്റെ പേരാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയെങ്കിലും അതിന്റെ കഴുത്ത് ഞെരിക്കാൻ വേണ്ടിയാണ് മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഗവൺമെന്റ്, കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെന്റ്, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ ഗവൺമെന്റ്, ഇതെല്ലാം തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പിണറായി വിജയനെ പോലെ, ഈ ഇരട്ടച്ചക്ക മുഖ്യമന്ത്രിയെ പോലെയുള്ള ഈ ഇരട്ടച്ചക്കൻ മുഖ്യമന്ത്രിയുടെ ഭരണം പോലെയാണോ? ഇരട്ടച്ചക്ക ഇല്ലല്ലേ, ഓട്ടച്ചങ്കായിരിക്കും. ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഇരട്ടച്ചങ്കൻ എന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. പകരം ചിരട്ടച്ചങ്കൻ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഭരണഘടനാ കേന്ദ്രത്തിന്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്തുമ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്, രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ അധികാരത്തിൽ വന്ന ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോ ഇവിടെ
യെസ്, നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷാണിപ്പോൾ UDFന്റെ പ്രതിഷേധ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടത്. നമുക്ക് വീണ്ടും ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രതിഷേധക്കാർ 7 മണിക്ക് മുമ്പ് തന്നെ UDF പ്രവർത്തകർ അണിനിരുന്ന സമര ഇടമാണ്. അവിടേക്ക് കൂടുതൽ പ്രവർത്തകർ ഇപ്പോഴേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് സമരവേദിയുടെ ഒരു പൊതുചിത്രം? ഡാൻ. അത് സാക്ഷാൽ നേരത്തെ പറഞ്ഞ ചിരട്ട ചങ്ങല. വേറെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് ഇത്രയും വാഹനം, എത്ര കിയ കാറുകളാണ്. കൂടെ പോകുന്ന പോലീസുകാരൻ കിയ, അവനും കറുത്ത കാറാണ്. ഈ കറുപ്പിനോട് എന്താ ഇത്ര വലിയ? അപ്പോൾ പിണറായി വിജയൻ ആസ്വദിക്കുക. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ആസ്വദിക്കുക. വിദേശത്ത് പോകാൻ ഇപ്പൊ ചട്ടം കെട്ടി, കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല. അപ്പൊ അല്ലെങ്കിൽ ഒരു പാന്റും കോട്ടും സൂട്ടൊക്കെ ഒരുപാട് തച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ വിദേശ രാജ്യത്ത് പോയേ പറ്റൂ. അതുപോലെ ഷൂവും ഒക്കെ. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഒന്ന് പോയി വന്നേ ഉള്ളൂ, വീണ്ടും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തിനു പോകുന്നു? പോയിട്ട് വന്നാൽ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? പോയിട്ട് വന്നാൽ എന്തെങ്കിലും നേടിക്കൊണ്ട് വരണ്ടേ? പിണറായി വിജയനും കമലയും കമലയുടെ അല്ലെങ്കിൽ ബന്ധുക്കളും മക്കളും കൊച്ചുമക്കളും പരിവാരങ്ങളും എത്ര പ്രാവശ്യം വിദേശത്ത് പോയി? എന്തിനു വേണ്ടി? കേരളത്തിന്റെ വികസനം, കേരളം വികസിപ്പിക്കാൻ വിദേശ രാജ്യങ്ങൾ നടക്കുന്ന വികസന മോഡലുകൾ കണ്ടെത്താൻ വേണ്ടി പോയതാണ്. പക്ഷെ പോയിട്ട് തിരിച്ചു വന്ന് ഒരു നയാ പൈസയുടെ പ്രയോജനം ഈ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വേദിയിൽ ഒട്ടനവധി നേതാക്കന്മാരിരിക്കുക. ഞങ്ങളുകൊണ്ട് ഇനിയും ദീർഘമായി കടന്നു പോകുന്നില്ല. കാരണം നിങ്ങളോട് സംസാരിക്കാൻ, ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ പരാമർശിച്ച് സംസാരിക്കാൻ നേതാക്കന്മാരുടെ നീണ്ട നിര വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നു. കാർഷിക മേഖല തകർന്നു. യെസ്, കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വീണ്ടും നമുക്കൊപ്പം ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇപ്പോൾ സമരവേദികളുടെ ഒരു പശ്ചാത്തലം? 7 മണിക്ക് മുതൽ പ്രവർത്തകർ എത്തി തുടങ്ങിയതാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ? കൂടുതൽ പ്രവർത്തകരുടെ പങ്കാളിത്തം സമരവേദികളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഡാൻ. ആ നിയമം കൊണ്ടുവന്നപ്പോൾ അതിൽ ഏറ്റവും കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ വേണമെന്ന് വാദിച്ച ഞാൻ പ്രധാന സമര കവാടത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. നോർത്ത് ഗേറ്റിന്റെ സാധാരണയായി സമരങ്ങൾ നടക്കാറുള്ള കന്റോൺമെന്റ് ഗേറ്റാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ എല്ലാ കക്ഷി നേതാക്കൾ, KPCC ഭാരവാഹികൾ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. രാവിലെ 6:30 തുടങ്ങിയ പ്രതിഷേധ പരിപാടികളാണ്. ഏതാണ്ട് 8 മണിയായിരിക്കുന്നു. 1.5 മണിക്കൂർ പിന്നിടുന്നു. തിരുവനന്തപുരത്തെ 4 നിയോജക മണ്ഡലങ്ങളിലുള്ള പ്രവർത്തകരുടെ മുൻവശത്ത് അണിനിരൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും, KPCC നേതാക്കൾ എല്ലാവരും തന്നെ ഈ മുൻനിരയിലെ കസേരകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം കൊല്ലം ജില്ലയിൽ നിന്ന് ഏതാണ്ട് 5000-ഓളം പ്രവർത്തകർ ഈ സമരപരിപാടികളുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ MG റോഡിന്റെ പ്രധാന കവാടം ജനനിബിഡ ഭാഗം പ്രതിഷേധക്കാരെ കൊണ്ട് നിറയും. ഒപ്പം തന്നെ സമാനമായ പ്രതിഷേധ ശൈലിയാണ് 4 ഗേറ്റുകൾക്ക് മുമ്പിലുമുള്ളത്. ഒരു ഗേറ്റ് മാത്രമാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. പോലീസിന്റെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ വശങ്ങളിലുമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 9 മണിയോടെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൂടി സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തുന്നതോടെ അക്ഷരാർത്ഥത്തിൽ MG റോഡ് ഉൾപ്പെടുന്ന പ്രദേശം കൃത്യമായി നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ
ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ MM ഹസൻ ഒരുപക്ഷെ UDF-ന്റെ കൺവീനർ അദ്ദേഹം നമ്മോട് പ്രതികരിച്ചേക്കും. എല്ലാ വഴികളും തടയാൻ തന്നെയാണോ തീരുമാനം? സെക്രട്ടറിയിലേക്കുള്ള എല്ലാ തടയുകയല്ല, ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചത് UDF സെക്രട്ടേറിയറ്റ് വളയും. ഞങ്ങൾ ആരെയും പ്രവേശനത്തിന് തടയുന്നില്ല, ഉപരോധമില്ല. ഇന്ന് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ 2ാം വാർഷികത്തിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധവും രോഷവും പ്രതിഫലിപ്പിക്കുന്നതിനാണ് പ്രതീകാത്മകമായി ഈ സെക്രട്ടേറിയറ്റ് വളയം പരിപാടി ഞങ്ങൾ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി അടക്കം ഇതുവഴി കടന്നുപോയാൽ പ്രതിഷേധം ഉണ്ടാകത്തില്ല എന്നാണ് മുഖ്യമന്ത്രി അല്ല കടന്നുപോകാൻ മുഖ്യമന്ത്രിക്കൊക്കെ വേറെ വഴിയുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് വഴിയുണ്ടല്ലോ. ഞങ്ങള് സെക്രട്ടേറിയറ്റിലെ എല്ലാ കാലത്തും ആ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ മുമ്പിലുള്ള ഗേറ്റ് അവർ തുറന്നിടുന്നതാണല്ലോ. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ഉച്ചവരെ സെക്രട്ടേറിയറ്റിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ നിലപാടാണ് UDF കൺവീനർ MM ഹസൻ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആര് വേണമെങ്കിലും ഇതുവഴി വരട്ടെ, പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും എന്നും അദ്ദേഹം പറയുന്നു. ജീവനക്കാരെ അടക്കം തടയുകയില്ല, തങ്ങൾ വളയുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വിശദീകരണം. എന്തായാലും രാവിലെ മുതൽ തന്നെ ജനനിബിഡമാണ് സെക്രട്ടേറിയറ്റ് പരിസരം. ഏതാണ്ട് 9 മണിയോടെ ശേഷിക്കുന്ന പ്രവർത്തകർ കൂടി എത്തി സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും വളയുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധ പരിപാടികൾ മാറും. വലിയ തരത്തിലുള്ള വനിതാ പങ്കാളിത്തവും ഈ പ്രതിഷേധ പരിപാടികളിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. സജിത്ത്, ഐശ്വര്യ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ സമര സാഹചര്യം? കന്റോൺമെന്റ് ഗേറ്റിന് സമീപത്താണോ ഐശ്വര്യ ഉള്ളത്? സജിത, കണ്ടോൺമെന്റ് ഗേറ്റിന്റെ സമീപത്ത് തന്നെയാണ് ഞാനുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഇവിടെ കൃത്യമായി, അതായത് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബേക്കറി ജംഗ്ഷനിൽ പരിശോധനയുണ്ട്. അതിനപ്പുറത്തേക്ക് സെക്രട്ടേറിയറ്റിന് തൊട്ടിപ്പുറത്ത് നബാർഡിന്റെ ഓഫീസിന് മുന്നിലായി കണ്ടോൺമെന്റ് ഗേറ്റിനപ്പുറത്തായി കൃത്യമായ പരിശോധന. ഓരോ വാഹനങ്ങളും പരിശോധിച്ച് ID കാർഡ് പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫുകൾക്ക് മാത്രമാണ് നിലവിൽ ഈ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്നു പോകുന്നത്. പൊതുജനങ്ങൾക്ക് എത്രത്തോളം നിയന്ത്രണം ഉണ്ടെന്ന് ഒരുപക്ഷെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫുകളെ പോലും ഇത്തരത്തിൽ ഇവിടെ ഒരു പരിശോധനയുണ്ട്. അതിനപ്പുറത്തേക്ക് ആ ഗേറ്റിന് തൊട്ടപ്പുറത്തായി അവിടെയും പരിശോധനയുണ്ട്. കർശന പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാണ് ഈ കണ്ടോൺമെന്റ് ഗേറ്റിന്റെ പരിസരത്തേക്ക് കടത്തിവിടുന്നത്. ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനകൾ വിവിധ ഇടങ്ങളിലായി തുടരുകയാണ്. ഏറ്റവും പ്രധാനമായ ഒരു കവാടമാണ് ഈ കണ്ടോൺമെന്റ് ഗേറ്റ് എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ഓഫീസിലേക്ക് എത്തണമെങ്കിൽ ഇതുവഴി വേണം കടന്നു വരാൻ. സ്വാഭാവികമായും നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ നഗരത്തിലാകെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ MG റോഡ് പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ LMS-ന്റെ ആ പരിസരത്ത് നിന്ന് ബേക്കറി ജംഗ്ഷനിലേക്ക് ഫ്ലൈ ഓവർ വഴി കടന്നു പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകിട്ട് സർക്കാരിന്റെ വാർഷിക ആഘോഷമുണ്ട് പുത്തരിക്കണ്ടത്ത്. അതുകൊണ്ട് തന്നെ കിഴക്കേക്കോട്ട ഭാഗത്ത് വൈകിട്ട് 3 മണി മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അത്തരത്തിലുള്ള പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് ഒരുപക്ഷെ ഈ സമയം 9 മണിയോടടുക്കുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പരിശോധന കർശനമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടോൺമെന്റ് ഗേറ്റിലുള്ളത്. ഈ കനത്ത സുരക്ഷ, അതായത് സാധാരണക്കാരാരെയും തന്നെ കടത്തിവിടാത്ത രീതിയിലേക്ക് കനത്ത സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മന്ത്രിമാർക്കും കടന്നു പോകാനുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റ് ആനക്സ് ഉണ്ട്, മന്ത്രിമാരുടെ ഓഫീസുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് രാവിലെ 10:30-ക്കും 11:30-ക്കും ഒക്കെ പൊതുപരിപാടികളുണ്ട്.
ആ പൊതുപരിപാടികളിൽ പോകുന്ന വഴികളിലും കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ UDF-ന്റെ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന് ചുറ്റും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഗേറ്റായ കണ്ടോൺമെന്റ് ഗേറ്റിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ ഓരോ വാഹനങ്ങളും അവർ സ്റ്റാഫുകളാണോ എന്തിനാണ് എത്തിയത് എന്നുള്ള കൃത്യമായ പരിശോധന നടത്തി മാത്രമാണ് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ഈ പരിശോധന വരും മണിക്കൂറുകൾ കൂടുതലാകുമെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഈ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുതൽ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു, കൂടുതൽ പേർ ഇതുവഴി കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷ അത്രമേൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കർശനമായ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുകയാണ്. സജിത്ത്. യെസ്, അതാണ് ഐശ്വര്യ വ്യക്തമാക്കുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള UDF-ന്റെ സമര പരിപാടികൾ തുടരുകയാണ്. UDF വലിയ സമര പ്രഖ്യാപനം നടത്തി. കൊള്ള സർക്കാർ എന്ന ഒരു ടാഗ് ലൈനിലൂടെ ഈ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് ഇന്നത്തെ ദിനപത്രങ്ങളിലടക്കം പരസ്യം നൽകിയാണ് സർക്കാർ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുണ്ട് എന്നതാണ് സർക്കാർ അവകാശവാദം. അങ്ങനെ 3-ാം വർഷത്തിലേക്ക് ഇത് കടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഏറ്റുമുട്ടുന്നു എന്നതാണ് സാഹചര്യം. അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ഇന്ന് UDF-ന്റെ സമരവേദിയുടെ പൊതുചിത്രവും കാഴ്ചകളും തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിയത്. ഇനി മറ്റു ചില വാർത്തകൾ കൂടി പെട്ടെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. കർണാടകയിൽ ഈ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സർക്കാർ ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായി DK ശിവകുമാറും ചുമതലയേൽക്കും. 8 മന്ത്രിമാരും ഇവർക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. യെസ്, സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം ER രാകേഷ് ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ ഹൈക്കമാൻഡ് ചർച്ചകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പുറമെ മന്ത്രിമാരിൽ തീരുമാനം പൂർണ്ണമായി എത്തിച്ചേരാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഈ വകുപ്പുകൾ സംബന്ധിച്ച ധാരണയൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ രാകേഷ്? സജിത്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹിയിലെ ചർച്ചകളിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു മുഴുവൻ ധാരണയിലെത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. കാരണം 34 കർണാടകയിൽ മന്ത്രിമാരാകാൻ, പരമാവധി 34 പേർക്ക് മന്ത്രിമാരാകാൻ, 30 പേരെങ്കിലും മന്ത്രിമാരാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ 8 പേർ, അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും പുറമെ 8 പേർ മാത്രമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. അത് പ്രധാനപ്പെട്ട നേതാക്കളാണ്. G പരമേശ്വര, ഒപ്പം തന്നെ KH മുനിയപ്പ, KJ ജോർജ്, MB പാട്ടീൽ, സതീഷ് ജർക്കിഹോളി, പ്രിയങ്ക് ഖർഗെ, രാമലിംഗ റെഡ്ഡി, സമീർ അഹമ്മദ് ഖാൻ, ഇങ്ങനെ 8 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മറ്റുള്ളവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം തന്നെ ജാതി സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ 8 പേരെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മല്ലികാർജ്ജുൻ ഖർഗെ അല്പം മുമ്പ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ G പരമേശ്വര മുൻ ഉപമുഖ്യമന്ത്രിയാണ്, ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. KJ ജോർജ്, MB പാട്ടീൽ, ഒപ്പം തന്നെ രാമലിംഗ റെഡ്ഡി തുടങ്ങിയവരും സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്തും ഒപ്പം തന്നെ കഴിഞ്ഞ സഖ്യ സർക്കാരിന്റെ കാലത്തും ആഭ്യന്തരമന്ത്രിമാരായിരുന്നു. സതീഷ് ജർക്കിഹോളി നിലവിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. പ്രിയങ്ക് ഖർഗെ ചിത്താപൂരിൽ നിന്നുള്ള MLA ആണ്, ഒപ്പം മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ കൂടിയാണ്. സമീർ അഹമ്മദ് ഖാൻ മുതിർന്ന നേതാവാണ്, സിദ്ധരാമയ്യയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ഒപ്പം തന്നെ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇങ്ങനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 8 പേർ മന്ത്രിമാരാകട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് KH മുനിയപ്പയാണ്. KH മുനിയപ്പ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു. 30 വർഷക്കാലം ലോക്സഭ MP ആയിരുന്നു. അതിനുശേഷം നിയമസഭയിലേക്ക് ഇത്തവണയാണ് മത്സരിക്കുന്നത്. അപ്പോൾ KH മുനിയപ്പയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ 8 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ധാരണയായിട്ടുള്ളത്. സ്വാഭാവികമായും സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷമായിരിക്കും ഇവരുടെ വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെയോ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെയോ ഭാഗത്തുനിന്ന് ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഇവർ കൂടുതൽ മന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിസഭാ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ ചർച്ച നടക്കുക എന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 12:30 ഖണ്ഡീരവ സ്റ്റേഡിയത്തിൽ സിദ്ധരാമയ്യ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വിശാല പ്രതിപക്ഷ ഐക്യത്തിന്റെ കൂട്ടായ്മ കൂടിയാകും ബംഗളൂരുവിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കളെ എല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സജിത്. രാകേഷ്, അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക, പുതിയ പ്രതിപക്ഷ ഐക്യനിര
നരേന്ദ്രമോദി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പുതിയ നീക്കങ്ങളുടെ തുടക്കം ഇനി കർണാടകയിൽ നിന്ന് എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് UPA-യുടെ എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പുതിയ നീക്കം തുടക്കമിടുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും, ഒപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനപ്പുറത്തേക്കുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു ബദൽ പ്രഖ്യാപനം പോലും കർണാടകയിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? സജിത്ത്, പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. DMK തമിഴ്നാട് മുഖ്യമന്ത്രി, ഒപ്പം തന്നെ DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, ഒപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ഒപ്പം തന്നെ CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങിയവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. മമതാ ബാനർജിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും മമതാ ബാനർജി പങ്കെടുക്കില്ല. പകരം പ്രതിനിധിയായിരിക്കും പാർട്ടി MP ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് മമതാ ബാനർജി അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെല്ലാം അണിനിരത്തിക്കൊണ്ടൊരു വിശാല പ്രതിപക്ഷ നിര അതൊരു കെട്ടിപ്പടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഒരു സന്ദേശം രാജ്യമൊട്ടാകെ നൽകുക, അത് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം 2018 സമാനമായി കുമാരസ്വാമി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യവേദിയായി മാറിയിരുന്നു. അന്ന് മായാവതി അടക്കമുള്ള നേതാക്കൾ അന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ചടങ്ങിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ കോൺഗ്രസ് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. കാരണം സോണിയാഗാന്ധി നേരത്തെ പ്രചാരണ രംഗത്ത് ആകെ ഒരു ദിവസം മാത്രമാണ് കർണാടകത്തിൽ പ്രചാരണത്തിലെത്തിയിരുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുടെ സാന്നിധ്യം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യ നിര രൂപപ്പെടുത്തുക, അതിൻ്റെ ഒരു സന്ദേശം കർണാടകയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലൂടെ നൽകുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡും ലക്ഷ്യമിടുന്നത്. സജിത്. രാകേഷ്, വീണ്ടും ഈ കർണാടകയിലെ മന്ത്രിസഭാ രൂപീകരണ സങ്കീർണതകളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കർണാടക നിരവധി വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് ജാതി സമുദായ രാഷ്ട്രീയമൊക്കെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ കഴിഞ്ഞുപോയത്. സ്വാഭാവികമായും ഒരു മന്ത്രിസഭ രൂപീകരിക്കേണ്ടി വരുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ വെല്ലുവിളിയാവുന്നത് ഇത്തരം സമ്മർദ്ദ ശക്തികളുടെ ആവശ്യങ്ങളാണ്. ഇതിനൊക്കെ തന്നെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് വിവിധ സമുദായ സംഘടനകൾ, അത്തരം ജാതി രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളുടെ ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതുമാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഈ മേഖലകളിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ DK ശിവകുമാർ അടക്കം ഉയർത്തിയ വിമത ശബ്ദമുണ്ടല്ലോ, പിന്നീട് അതിൽ പരിഹാരമുണ്ടെങ്കിൽ കൂടിയും DK ക്യാമ്പിൽ ഒരു അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ഇതൊക്കെ എത്ര കണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രകടമാവാൻ സാധ്യതയുണ്ട് രാകേഷ്? आज तो स्वेरिंग इन सेरेमनी है 12:30 बजे। चीफ मिनिस्टर, डिप्टी चीफ मिनिस्टर और 8 जो MLA मंत्री पद के लिए शपथ ले रहे हैं, तो उसमें सारे लोग शामिल हो रहे हैं। मैं भी उसी के लिए जा रहा हूं। ये खुशी की बात है कि कर्नाटक में नई सरकार आई है और कांग्रेस की सरकार, एक मजबूत सरकार आई है। ये इससे कर्नाटक की भी भलाई होगी और देश में भी बहुत अच्छा माहौल उसके वजह से बन रहा है. നിർണായകമാണ്. കാരണം ഇതിനകം തന്നെ പല സമുദായങ്ങളും പരസ്യമായി ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ലിംഗായത്ത് സമുദായത്തിനുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലെ ഒരു ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ആ സമുദായത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് വേണം ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു 8 പേർ തൽക്കാലം സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, വിശദമായ ചർച്ചകൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആകാം എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ലിംഗായത്ത് സമുദായത്തിൽ നിന്ന് 39 MLA കോൺഗ്രസിനുണ്ട്. വൊക്കലിക സമുദായത്തിൽ നിന്ന് 21 പേരെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്ന് 9 പേരും കുർബ സമുദായത്തിൽ നിന്ന് 8 പേരും വിജയിച്ചിട്ടുണ്ട്. ദളിത് സമുദായത്തിൽ നിന്ന് 22 MLA കോൺഗ്രസിനുള്ളത്. ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ആ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും ഇത്തരമൊരു നിർദ്ദേശം
പാർട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു വിശദമായ ചർച്ചകളിലേക്ക് പിന്നീട് മാത്രമായിരിക്കും കടക്കുക. കാരണം ഒന്ന് സാമുദായിക പരിഗണന, രണ്ടാമത്തെ കാര്യം ഈ രണ്ട് നേതാക്കൾ സിദ്ധരാമയ്യ ഒപ്പം തന്നെ DK ശിവകുമാർ, ഈ രണ്ടുപേരും അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ പരമാവധി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളായ 8 പേർ തൽക്കാലം സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 34 പേരെ വരെ മന്ത്രിമാരാക്കാം കർണാടകത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകളൊക്കെ തന്നെ 30-ലധികം മന്ത്രിമാർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ തൽക്കാലം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, കാരണം MB പാട്ടീലാകട്ടെ G പരമേശ്വരി ആകട്ടെ, ഇവരെല്ലാം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്ന നേതാക്കളാണ്. രാമലിംഗറെഡ്ഡി, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള രാമലിംഗറെഡ്ഡി വളരെ സീനിയറായ നേതാവാണ്. KH മുനിയപ്പയും സമാനമായ രീതിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അപ്പോൾ മുതിർന്ന നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ 8 പേർ എന്നത് പുറത്തു വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്ന് KJ ജോർജാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, സിദ്ധരാമയ്യയുടെ വിശ്വസ്തൻ കൂടിയാണ്. അപ്പോൾ ഇവരെയാണ് തൽക്കാലം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചർച്ച ഈ ഘട്ടത്തിൽ നടന്നിട്ടില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഹൈക്കമാൻഡും ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു വിശദമായ ചർച്ചകളിലേക്ക് കടക്കാം എന്നാണ് ഹൈക്കമാൻഡ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. യെസ്, അതാണ് രാകേഷ് വ്യക്തമാക്കിയ കാര്യം. എന്തായാലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അത് ശക്തമായി പുരോഗമിക്കുന്ന ഇന്ന് സത്യപ്രതിജ്ഞ നടക്കും. പക്ഷേ പൂർണ്ണമായും മന്ത്രികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ഹൈക്കമാൻഡ് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരും. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് സർക്കാർ രൂപീകരണത്തിലും അതേ വെല്ലുവിളി, പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായതുപോലെയുള്ള വെല്ലുവിളി ഇനി ഈ സർക്കാർ രൂപീകരണ ഘട്ടത്തിലും കോൺഗ്രസിന് മുന്നിലും ഉണ്ടാകും. എന്തായാലും വരും ദിവസങ്ങളിലെ ചർച്ചകളിലൂടെ അത് മറികടക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ. 12:30-ക്കാണ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് സിദ്ധരാമയ്യയും ഒപ്പം തന്നെ DK ശിവകുമാറും അടക്കമുള്ള മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുന്നത്. യെസ്, വീണ്ടും നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. കർണാടക രാഷ്ട്രീയമാണ് തൊട്ടു മുമ്പ് നമ്മൾ പരിശോധിച്ചത്. വീണ്ടും സംസ്ഥാനത്തിലെ മറ്റ് ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഏറ്റവും ഞെട്ടിച്ച വാർത്തയായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം. സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ജില്ലകളിലായി 3 പേരാണ് ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രധാനം എരുമേലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേരുടെ മരണമാണ്. ഇന്ന് ആ മേഖലയിൽ വീണ്ടും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. എരുമേലി കണമനയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനായി നിരീക്ഷണം വനംവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇതിനായി പ്രത്യേക സംഘം തന്നെ കണമലയിൽ തുടരുന്നുണ്ട്. ഇന്നലെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കാടിനുള്ളിലേക്ക് പോത്ത് ഓടി രക്ഷപ്പെട്ടിരുന്നു. അതിനിടെ കാട്ടുപോത്തിന്റെ കുത്തേറ്റു മരിച്ച തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നു നടക്കും. ചാക്കോയുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ് ഉണ്ടാവുക. കണമല സെന്റ് തോമസ് പള്ളിയിലാണ് ഇരുവരുടെയും സംസ്കാരം നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായതാണ് മുരളി തുമ്മാരകുടിയുടെ വാക്കുകൾ. കാരണം പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ നേരത്തെയുള്ള ചില പ്രവചനങ്ങൾ വലിയ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വിഷയത്തിലും മുരളി തുമ്മാരകുടി ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ വംശവർധന ഏതു മേഖലയിലാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തി നടപടി സ്വീകരിച്ചാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്നാണ് മുരളി തുമ്മാരകുടി പറയുന്നത്. മനുഷ്യരുടെ അവകാശം പറയുന്നവരും മൃഗസ്നേഹികളും 2 ധ്രുവങ്ങളിൽ നിൽക്കാതെ ചർച്ചകൾക്ക് തയ്യാറാവണം. കാട്ടുപോത്ത് അക്രമത്തിൽ 3 പേർ മരിച്ച സാഹചര്യത്തിലായിരുന്നു ന്യൂസ് 18 മുരളി തുമ്മാരകുടിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിൽ ഇന്ന് കാട്ടുപോത്ത് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 3 പേർക്കാണ്. കേരളം ഭാവിയിൽ നേരിടാവുന്ന ദുരന്തങ്ങൾ അത് മുൻകൂട്ടി പറയുകയും അതിലൊരു ജ്യോത്സ്യത്തിൻ്റെയോ പ്രവചനത്തിൻ്റെയോ മുഖമല്ല, അത് കൃത്യമായി ശാസ്ത്രീയമായി തന്നെ പറയുന്ന മുരളി തുമ്മാരകുടി അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഇന്ന് ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അങ്ങ് നേരത്തെയും ഈ പരിസ്ഥിതി, നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പരിഹാരമാണ് ഇതിനുള്ളത്? അതെ, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് അപ്രതീക്ഷിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഈ വിഷയത്തെപ്പറ്റി പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ
ഒരു ഹൈ റേഞ്ച് വിഷയമാണ് എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ച് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്, അതിൽ നിന്ന് മാറി പുറത്തേക്ക് വരുന്ന, ഇന്ന് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു ജ്യോതിഷ പ്രവചനമൊന്നുമല്ല. കേരളത്തിലെ വനങ്ങൾ പൊതുവെ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് തൊട്ടുപുറത്തുള്ള കൃഷിഭൂമിയെല്ലാം പണ്ട് വളരെ ആക്റ്റീവായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൃഷിയുടെ അളവ് കുറയുന്നു. അപ്പോൾ കൃഷി ചെയ്യാതെ അനവധി ഫാമുകൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അനിമൽസിന് പുറത്തേക്ക് വരാനും അത് കവറിൽ തന്നെ നിൽക്കാനും, അതായത് ആക്റ്റീവായിട്ടുള്ള കൃഷിഭൂമി അല്ലാത്തപ്പോൾ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. അങ്ങനെ പതുക്കെ പതുക്കെ സാധാരണഗതിയിൽ അവർ പോകാത്ത സ്ഥലത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കർശനമായ നിയമങ്ങളുള്ള കാരണം മനുഷ്യർ പഴയതുപോലെ ഉപദ്രവിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു നമ്മളുടെ പോലെ ജനസാന്ദ്രതയുള്ള പ്രദേശമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഒരു സൈഡിലും പ്രകൃതി സൗഹൃദം അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു സൈഡിലും നിന്ന് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാത്തൊരു രീതിയാണ്. അവർ രണ്ടുപേരും ഒരു എക്സ്ട്രീം പൊസിഷനാണ് എടുക്കുന്നത്. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളൊരു വിഷയമല്ല. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ലോകത്തെ പല സ്ഥലങ്ങളിലും ഉള്ളതാണ്. അതിന് ശാസ്ത്രീയമായ പല രീതികളുമുണ്ട് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്, എന്താണ് മറ്റു നാടുകളിൽ ഇതിന് ശാസ്ത്രീയമായിട്ട് പരിഹാരമായിട്ട് അവർ ചെയ്യുന്നത്, അത് അറിഞ്ഞ് നമ്മളുടെ ഈ രണ്ട് ഗ്രൂപ്പിന്റെ മുന്നിൽ വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് അനുസൃതമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുക, അത് അതിൻ്റെ പ്രാധാന്യമുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, നമ്മളുടെ വനത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് ഈ അനിമൽസ് പുറത്തേക്ക് വരുന്നത് എത്ര മാത്രം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ അനിമൽ അറ്റാക്ക് അല്ലെങ്കിൽ സൈറ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ ആ പോയിന്റ് ഒന്ന് ഒരു മാപ്പിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റാൻഡമായിട്ട് വരുന്നൊരു ഇൻസിഡന്റ് ആണോ അതൊരു ട്രെൻഡാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. G20യുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. ഞാൻ അവരോട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ അനിമൽസ് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ലാസ്റ്റ് സൈറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് റേഞ്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ട്രെൻഡാണോ, ആ ട്രെൻഡാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് അനിമൽസ് എവിടെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി 4-5 വർഷം മുമ്പേ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അനിമൽ എത്തുമ്പോൾ അതിനെ ഒരു ആകസ്മികമായിട്ട് കാണുന്നു, ഉടൻ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് പകരം അത് മുൻകൂർ കണ്ട് അതിനുള്ള നയങ്ങളും ചട്ടങ്ങളും സമൂഹത്തിന്റെ തയ്യാറെടുപ്പും ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ എണ്ണം കൂടുകയാണ്, മൃഗങ്ങളുടെ എണ്ണവും കൂടുന്നു, മനുഷ്യന്റെ എണ്ണം കൂടുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ജനസാന്ദ്രത വളരെയധികം കൂടിയൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഉയർന്നു വന്ന കുറേ കാര്യങ്ങൾ വേലി കെട്ടിത്തിരിക്കാം, അതിനുള്ള ഭക്ഷണം അതിനകത്ത് തന്നെ സ്വാഭാവികമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സാധ്യമാണോ? അതുകൊണ്ട് നമുക്കിതൊരു ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുമോ? ദീർഘകാലം മുൻപ് തന്നെ നമുക്ക്, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഇത്ര മൃഗങ്ങൾ ഉണ്ടാകും, അവിടെ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ, ജനങ്ങളുടെ താമസം, അതെല്ലാം മാറ്റുന്നത് സാധ്യമാണോ? അതൊക്കെ പ്രായോഗികമാണോ? കേരളത്തിൽ ജനങ്ങളുടെ എണ്ണം അങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അനിമൽസിന്റെ എണ്ണം തീർച്ചയായിട്ടും കൂടി വരുന്ന ഒരു ഇതാണ്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാര്യം കടുവകളുടെ സൈറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിലും കടുവകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണത്തിന്റെ ഒരു വർധനമാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഒരു വേലി കെട്ടിത്തിരിക്കുക എന്നുള്ള പ്രാദേശികമായി ചിലത് ചെയ്യാമെന്നുള്ളതല്ലാതെ കേരളത്തിലെ വൈൽഡ് അനിമൽസ് ഉള്ള മുഴുവൻ ഭാഗങ്ങളും സാധാരണ ജനങ്ങളുള്ള ഭാഗങ്ങളും തമ്മിൽ കൃത്യമായി വേലി കെട്ടിത്തിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. നമ്മളുടെ പല ആളുകളും വനത്തിന്റെ അകത്ത് തന്നെ താമസിക്കുന്ന, പാരമ്പര്യമായിട്ട് തന്നെ താമസിക്കുന്നതാണ്. അപ്പോൾ ഒരു വേലി കെട്ടിത്തിരിക്കുക എന്നുള്ളതൊന്നും ഒരു സാധ്യമായൊരു നടപടിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ എന്താണ് അവയുടെ എണ്ണം എവിടെയാണ് വർദ്ധിക്കുന്നത്, ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് മാറ്റേണ്ട ആവശ്യകതയുണ്ടോ, നിയന്ത്രിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ള ചർച്ചകൾ നടന്നു വരണമെന്നുള്ളതാണ്. അപ്പം അതിനൊരു സാധ്യതയില്ലാതെ
ഇത് പരസ്പരം ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിന് പറ്റിയൊരു കാര്യമല്ല. ഈ അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ തന്നെ വലിയ തോതിൽ ഉയർന്നു വന്നൊരു ചർച്ച, അതായത് ആനയെ അവിടെ നിന്ന് മാറ്റിയിട്ട് റിസോർട്ട് മാഫിയ അവർക്കൊക്കെ കുറച്ചുകൂടെ സ്വൈരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ ഈ മനുഷ്യന്റെ കടന്നുകയറ്റം എന്നത് പെട്ടിമുടി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല ഉരുൾപൊട്ടലുകൾ മലപ്പുറത്ത് ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ, അതുപോലുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഈ പല കാര്യങ്ങളും ഒരേ സമയത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അനിമൽ ഇപ്പം അരിക്കൊമ്പൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ചില കേസുകൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ള സാഹചര്യങ്ങളിൽ വേറെ ഒരു അപ്രോച്ചായിരിക്കും എടുക്കുന്നത്. അതെല്ലാം ലോക്കലൈസ്ഡ് ആയിട്ട്. പക്ഷേ ലോങ് ടേം ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു സ്ട്രാറ്റജി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ട് നമ്മുടെ ഭൂപ്രകൃതിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? അത് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. അത് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഭൂപ്രകൃതിയെ അറിഞ്ഞ് ദുരന്ത സാധ്യതകളെ അറിഞ്ഞ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉരുൾപൊട്ടലാണെങ്കിലും കോസ്റ്റൽ ഫ്ലഡിംഗ് ആണെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ദുരന്ത സാധ്യതകളെ, കാലാവസ്ഥ വ്യതിയാനത്തെ അറിഞ്ഞു വേണം നമ്മൾ വികസനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു ലാൻഡ് യൂസ് പ്ലാനിംഗ് പോളിസിയും ചട്ടങ്ങളും ഉണ്ടാകുകയും വേണം. അതും ഇതും തമ്മിലൊരു മിക്സിംഗ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാട്ടുപോത്തിന്റെ ഇന്നത്തെ ആക്രമണമാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോൾ മുരളി തുമ്മാരുകുടി, സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലെ പുതുതലമുറ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇപ്പോൾ തന്നെ ബോട്ട് അപകടം ഉണ്ടാകുന്നത് അങ്ങ് മുമ്പ് പറഞ്ഞതാണ്, ഡോക്ടർ ആക്രമിക്കപ്പെടുമെന്നുള്ളത് അങ്ങ് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ബോട്ട് അപകടം ഉണ്ടാകുന്നത് അത് ശാസ്ത്രീയമല്ല എന്നുള്ള കാര്യം സന്തോഷ് ജോർജ് കുളങ്ങരയും പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് അത്രയും പ്രാധാന്യം വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതി എങ്ങനെ നിലനിൽക്കണം, ജനസമൂഹം എങ്ങനെ നിലനിൽക്കണം, വനം എങ്ങനെ നിലനിൽക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുമോ എന്നതാണ്. പ്രവചനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല പ്രധാനം. നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയമായി നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതങ്ങനെ സംഭവിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം, സംഭവിക്കരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അങ്ങനെ മുൻകൂട്ടി നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നാണ് സമൂഹം ചിന്തിക്കേണ്ടത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രവചനം നടത്തി വെറുതെ ഇരിക്കുകയല്ല, അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരിക. അത് മാത്രമല്ല എന്ത് സൊല്യൂഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ നന്ദി. ഏതായിരുന്നാലും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ജീവിതം, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ, അവയുടേതായ അവകാശങ്ങൾ അവയ്ക്കുമുണ്ട്. അത് എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കേരളം, അതുതന്നെയാണ് അദ്ദേഹം ഒരു കാഴ്ചപ്പാടായി പങ്കുവയ്ക്കുന്നത്. മണക്കാട് സന്തോഷിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, എന്തായാലും മുരളി തുമ്മാരകുടിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ അതിഥി രാജ്യമായി ക്ഷണിച്ചതിന് മോദി നന്ദി പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ സന്ദർശന വേളയിൽ നൽകിയ ബോധിവൃക്ഷം ഹിരോഷിമയിൽ നട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വൃക്ഷം വളരുന്നതിനോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വളരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. I would now like to invite the following dignitaries to kindly present floral tributes. Special Advisor to the Prime Minister, Jen Nakatani. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തും. G7 സമ്മേളന വേദിയിലും ക്വാഡ് രാജ്യങ്ങളുടെ മീറ്റിംഗിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 समिट की मेरी इस विजिट में मुझे सबसे पहले पूज्य महात्मा गांधी की प्रतिमा का अनावरण का सौभाग्य मिलना, ये अपने आप में एक बहुत ही बड़ा सुयोग है. आज विश्व
क्लाइमेट और आतंकवाद की लड़ाई से जूझ रहा है। पूज्य बापू के आदर्श क्लाइमेट के साथ जो लड़ाई है उसे जीतने का उत्तम से उत्तम मार्ग है। उनकी जीवन शैली प्रकृति के प्रति सम्मान, समन्वय और समर्पण का उत्तम उदाहरण रही है। उसी प्रकार से बुद्ध और गांधी की धरती, जिसने विश्व को शांति का संदेश दिया, हिरोशिमा की धरती पर, और जापान जो कि भगवान बुद्ध के विचारों के से पल्लवित पोषित है, वहां पूज्य बापू की प्रतिमा अहिंसा के, करुणा के उन विचारों को आगे ले जाने में बहुत बड़ी प्रेरणा बनेंगे। मेरे लिए खुशी की बात है कि जापान के प्रधानमंत्री पिछले दिनों जब भारत आए थे तो मैंने उन्हें बौद्ध गया से लाया हुआ एक पवित्र वृक्ष का पौधा दिया था, और आज उन्होंने मुझे बताया कि उन्होंने उस बोधि वृक्ष का पौधा था वो हिरोशिमा के गार्डन में लगाया है, ताकि हिरोशिमा याद आते ही शांति के महत्व दुनिया समझ सकती है। मैं पूज्य बापू को आदरपूर्वक श्रद्धांजलि देता हूं। मैं हिरोशिमा के मेयर का, यहां की काउंसिल का, जापान गवर्नमेंट का हृदय से आभार व्यक्त करता हूं कि उन्होंने पूज्य बापू की प्रतिमा को यहां पर स्थान दिया और मुझे आज उसका लोकार्पण करने का अवसर दिया है। हम सब पूज्य बापू के आदर्शों को जानने का, जीने का और जगत के कल्याण के रास्ते पर चलने का प्रयास करें, यही उनको सच्ची श्रद्धांजलि होगी। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തർക്കപ്രദേശത്ത് യാതൊരു രീതിയിലുമുള്ള ചൈനീസ് G20 മീറ്റിംഗ് അംഗീകരിക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെർബിൻ പറഞ്ഞു. ഇത്തരം മീറ്റിംഗുകളിൽ ചൈന പങ്കെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതൽ കശ്മീരിൽ G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ചേരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഈ വിവാദ നിലപാട്. വീണ്ടും മറ്റൊരു കേരള വാർത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ്. അവിടെ നിന്നും കൗതുകമുയർത്തുന്ന ഒരു വാർത്ത വരുന്നത് വയനാട്ടിൽ 200ഓളം വർഷം മുമ്പത്തെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പുരാവസ്തുക്കൾ കണ്ടെത്തി. നെന്മേനി സ്വദേശി കൃഷ്ണന്റെ വീടിനോട് ചേർന്ന് മാലിന്യം നിക്ഷേപിക്കാൻ കുഴിയെടുത്തപ്പോഴാണ് ചെല്ലവും വെള്ളി നാണയങ്ങളുമടക്കം കണ്ടെത്തിയത്. നെന്മേനി പഞ്ചായത്തിലെ കോളിയാടി ചെറുമാട് മുരിയൻകണ്ടത്തിൽ കൃഷ്ണന്റെ വീടിനോട് ചേർന്ന് കുഴിയെടുത്തപ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെല്ലവും വെള്ളി നാണയങ്ങളും കണ്ടെത്തിയത്. കൃഷ്ണന്റെ മകന്റെ കല്യാണത്തോടനുബന്ധിച്ച് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി കുഴിയെടുത്തപ്പോഴാണ് ചെല്ലം കണ്ടെത്തിയത്. ചെല്ലത്തിനുള്ളിൽ വിക്ടോറിയ രാജ്ഞിയുടെയും എഡ്വേർഡ് ഏഴാമന്റെയും തലയുള്ള 39 നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. 17ആം നൂറ്റാണ്ട് മുതൽ 19ആം നൂറ്റാണ്ട് വരെയുള്ള നാണയങ്ങളാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. റവന്യൂ വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി നാണയങ്ങൾ തിട്ടപ്പെടുത്തിയ ശേഷം സർക്കാരിലേക്ക് ഏറ്റെടുത്തു. വേസ്റ്റ് കുഴി നിർമ്മിക്കുന്നതിനിടയ്ക്ക് ഒരു ബോക്സ് അപൂർവം പെട്ടെന്ന് ഒരു അപൂർവ വസ്തുവാണ് തോന്നി. അത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എന്താണിത് സംശയ നിവാരണത്തിനായി തുറന്നു നോക്കിയപ്പോൾ പിന്നെ കുറച്ച് വെള്ളി നാണയം എന്ന് പറയാൻ കുറച്ച് നാണയങ്ങൾ കണ്ടു. അത് കണ്ടതിന്റെ പ്രകാരം നമ്മൾ ഇത് എന്തെങ്കിലും സർക്കാരിന്റെ അധിക അവകാശപ്പെട്ടതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ആ രീതിയിൽ തന്നെ നടപടിക്രമം അനുസരിച്ച് മുന്നോട്ട് പോയി. ഇനി നാണയങ്ങളുടെ ലോഹസ്വഭാവവും മറ്റും കൃത്യമായി നിർണയിക്കേണ്ടതുണ്ട്. പുരയിടത്തിൽ നിന്നും പുരാവസ്തു നാണയങ്ങൾ കണ്ടെത്തിയതിന്റെ ആശങ്കയിലാണ് കൃഷ്ണനും കുടുംബവും. ന്യൂസ് 18 വയനാട്. വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സഹപാഠിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ
ഇന്ന് വയനാട്ടിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ എത്തുകയാണ്. ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് VC എത്തുന്നത്. ആരോപണ വിധേയനായ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് KSUവും വ്യക്തമാക്കിയിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സഹപാഠിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് മുതിർന്ന വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറ്റിയതിൽ പ്രതിഷേധിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വൈസ് ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വയനാട്ടിലെത്തുന്നത്. ലൈംഗിക അതിക്രമ വിഷയത്തിൽ ആരോപണ വിധേയനായ വിദ്യാർത്ഥി നിലവിൽ പഠനത്തിനെത്തിയതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് KSUവും വ്യക്തമാക്കി. സംരക്ഷണം നൽകുന്ന ആളുകളോടും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയപരമായി നേതൃത്വം നൽകുന്ന ആളുകളോടും എന്ന് പറയാനുള്ളത്, വരുന്ന ദിവസങ്ങളിൽ ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സംരക്ഷണം തന്നെ ഒരുക്കാനാണ് ഭാവമെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമര പരിപാടികളുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലയിലുടനീളം മുമ്പോട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ കോളേജ് ഡീൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഹൈക്കോടതി ഉത്തരവുമായി ആരോപണ വിധേയനായ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥിക്കെതിരെ മാതൃകാപരമായ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. ന്യൂസ് 18 വയനാട്. അതാണ് വയനാട്ടിൽ നിന്നുള്ള സാഹചര്യം. അപ്പോൾ പ്രഭാത കേരളം ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ തുടക്കം മുതൽ UDFന്റെ പ്രതിഷേധ സമരവേദിയിലാണ് നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് 3 ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ സമര പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. BJPയും സമാനമായ സമരം, അത് ജില്ലാ കേന്ദ്രങ്ങളിലാണ് BJPയുടെ സമരം എന്നതാണ് പ്രഖ്യാപനം. അതേസമയം ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ശക്തമാകുമ്പോഴും അതിനെ നേരിടാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിൽ കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇന്ന് ദിനപത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിന് മറുപടി നൽകുന്നത്. സർക്കാരിൻ്റെ വൈകിട്ടാണ് 2ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രഖ്യാപന വേദിയായി കൂടി അത് മാറും. ഇന്ന് ഇവിടെ പ്രതിഷേധ വേദിയിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന വേദിയിൽ മറുപടി പറയുമെന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങളായിരിക്കാം ഇന്നത്തെ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ഈ വാർത്തകളുടെ എല്ലാം വ്യക്തമായ ചിത്രം ഇനിയും തുടരും. UDFന്റെ പ്രതിഷേധ വേദിയുടെ സമരക്കാഴ്ചകൾ വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകരിലെത്തും. ഒപ്പം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലെ BJPയുടെ സമരപരിപാടികളും സർക്കാർ കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങളുമൊക്കെ വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ സജീവമായി ന്യൂസ് 18 ഉണ്ടാവും. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക. പ്രഭാത കേരളം ഇന്നിവിടെ അവസാനിക്കുന്നു.